everyone, I am Anupama. This is Medical Study with me Anu. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പാത്തോളജി ടോപ്പിക്കാണ്. പാത്തോളജിനകത്തുള്ള എൻഡോക്രൈൻ പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള തൈറോയ്ഡ് കാർസിനോമാസ് ആണ്. തൈറോയ്ഡ് കാർസിനോമാസ് നമുക്കറിയാം 4 ടൈപ്പ് തൈറോയ്ഡ് കാർസിനോമാസ് ഉണ്ട്. ഏതൊക്കെയാണ് 4 ടൈപ്പ് തൈറോയ്ഡ് കാർസിനോമാസ്? ഒന്ന് പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ, ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ, അനാപ്ലാസ്റ്റിക് or undifferentiated thyroid carcinoma and medullary thyroid carcinomas. These are the 4 different thyroid carcinomas. ഇതിനകത്ത് പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമയും മെഡുലറി തൈറോയ്ഡ് കാർസിനോമയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഓർഫൻ ആനി ന്യൂക്ലിയസ്. സോ ഓർഫൻ ആനി ഐ ന്യൂക്ലിയസ് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ്, ഗ്രൗണ്ട് ഗ്ലാസ് ന്യൂക്ലിയസ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ദാറ്റ് ഈസ് പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ. അല്ലെങ്കിൽ പാപ്യൂൾസുള്ള കാര്യം പറയും. പാപ്യൂൾസിൻ്റെ പിന്നെ എപ്പിത്തീലിയം എങ്ങനത്തെയാണെന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസിൽ. വെറാസ് മെഡുലറി തൈറോയ്ഡ് കാർസിനോമ ആണെങ്കിൽ എൻ്റെ മോർഫോളജി ചോദിക്കും, എൻ്റെ എറ്റിയോളജി, ദെൻ എബൌട്ട് ക്ലിനിക്കൽ കോഴ്സസ് എക്സെട്ര. ഇതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് ഇൻ കേസ് ഓഫ് പാപ്പിലറി. അതുകൂടാതെ മെഡുലറി ആൻഡ് ഫോളിക്കുലറും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ബട്ട് പ്രീവിയസ്ലി ചോദിച്ചിട്ടില്ല. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇതുപോലത്തെ കുറേ വീഡിയോസ് ഈ ചാനലിൽ ഇടുന്നതാണ്. പാത്തോളജി, മൈക്രോബയോളജി ആൻഡ് ഫാർമക്കോളജി വീഡിയോസാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഇട്ടിട്ടുള്ളത്. സോ ഇതുപോലത്തെ വീഡിയോസ് തുടർന്ന് ഇടുന്നതാണ്. നിങ്ങൾ തന്നെ സപ്പോർട്ടാണ്, സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ബെൽ ബട്ടണും കൂടെ അമർത്താം. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. കാർസിനോമ. സോ കാർസിനോമ എന്ന് പറയുമ്പോൾ എന്താ? തൈറോയിഡിൽ കാർസിനോമസ് ആർ റിലേറ്റീവ്ലി അൺകോമൺ ആണ് അല്ലേ? ഇപ്പോൾ തൈറോയിഡിനകത്തൊക്കെ കാർസിനോമസ് ആർ റിലേറ്റീവ്ലി അൺകോമൺ. പിന്നെ ഏത് ഏജ് ഗ്രൂപ്പിനാണ് കോമൺ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത്? ഇൻ കേസ് ഓഫ് ഏർലി ആൻഡ് മിഡിൽ അഡൾട്ട് ഇയേഴ്സിലാണെങ്കിൽ ഇറ്റ് എഫക്ട് ഫീമെയിൽസ്, പ്രിഡോമിനൻ്റ്ലി ഫീമെയിൽസിനായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഏർലി ആൻഡ് മിഡിൽ അഡൾട്ട് ഇയേഴ്സിൽ. ആൻഡ് ഇൻ കേസ് ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് ലേറ്റ് അഡൾട്ട് ഇയേഴ്സ് ആണെങ്കിലോ ദേ എഫക്ട് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഈക്വലി. ദെൻ നേച്ചർ ഓഫ് കാർസിനോമസ് എടുക്കുമ്പോഴത്തേക്കും മെജോറിറ്റി ഓഫ് ദി thyroid carcinomas are well differentiated. Majority of the thyroid carcinomas are well differentiated. So thyroid carcinomas തന്നെ 4 types ഉണ്ട്, which അവിടെ പറയുന്നുണ്ട്. Major subtypes of thyroid carcinomas are papillary carcinoma, follicular carcinoma, anaplastic or undifferentiated carcinoma and medullary thyroid carcinomas. സോ ഇത് ഇൻ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൽ പാപ്പിലറി കാർസിനോമയും മെഡുലറി കാർസിനോമയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പാപ്പിലറി കാർസിനോമ ചോദിക്കാം. അതുകൂടാതെ മെഡുലറി കാർസിനോമയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ പാത്തോജെനിസിസ് ഓഫ് ദ തൈറോയ്ഡ് കാർസിനോമ. പാത്തോജെനിസിസ് ഓഫ് ദ തൈറോയ്ഡ് കാർസിനോമ എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒറിജിനാണ് പറയുന്നത്. ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് മാലിഗ്നൻസീസും ഉണ്ട്, നോൺ ഫോളിക്കുലർ ക്യാൻസേഴ്സും ഉണ്ട്. ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് മാലിഗ്നൻസീസ് എന്ന് പറയുമ്പം പാപ്പിലറി കാർസിനോമാസ്, ഫോളിക്കുലർ കാർസിനോമാസ് ആൻഡ് അനാപ്ലാസ്റ്റിക് കാർസിനോമാസ് ആർ ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് മാലിഗ്നൻസീസ് ആണ്. ദീസ് ആർ ദ 3 കാർസിനോമാസ് വിച്ച് ആർ ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ്. ബട്ട് നോൺ ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് ആയിട്ടുള്ളത് ഏതാ? മെഡുലറി കാർസിനോമയാണ്. ആൻഡ് മെഡുലറി കാർസിനോമ അതിൻ്റെ ഒറിജിൻ വരുന്നത് സി സെൽസിൽ നിന്നാണ്, പാരാഫോളിക്കുലർ സെൽസിൽ നിന്നാണ്. സോ ദേ ആർ നോൺ ഫോളിക്കുലർ കാർസിനോമ. ബാക്കി വന്ന 3 ദാറ്റ് ഈസ് പാപ്പിലറി കാർസിനോമ, ഫോളിക്കുലർ കാർസിനോമ ആൻഡ് അനാപ്ലാസ്റ്റിക് ഓർ അൺഡിഫറൻഷിയേറ്റഡ് കാർസിനോമ എന്ന് പറയുന്നത് ദീസ് 3 ആർ എവിടുത്തെ ഒറിജിനാണ് വരുന്നത്? ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് ഒറിജിനാണ്. ദെൻ ജനറ്റിക് ഫാക്ടേഴ്സ്. ഓരോ കാർസിനോമയുടെയും ഓരോ സബ് ടൈപ്സ് ഓഫ് തൈറോയ്ഡ് കാർസിനോമാസിനും ഡിഫറെൻറ്റ് ജനറ്റിക് ഫാക്ടേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് മാലിഗ്നൻസീസ് ആണെങ്കിൽ ഇതിൻ്റെ ജനറൽ ഫീച്ചറായിട്ട് ജനറ്റിക് ഓൾട്ടറേഷൻസ് ഇൻ ദി 3 ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് മാലിഗ്നൻസീസ് റിസൾട്ട് ഇൻ ഗെയിൻ ഓഫ് ഫങ്ഷൻ മ്യൂട്ടേഷൻസ് അലോങ് കമ്പോണൻസ് ഓഫ് ദി 2 സിഗ്നലിംഗ് പാത്വേ. സോ ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് ആണെങ്കിൽ ഇവിടെ ഗെയിൻ ഓഫ് ഫങ്ഷൻ വരുന്നുണ്ട്, ഗെയിൻ ഓഫ് ഫങ്ഷണൽ മ്യൂട്ടേഷനും. അതുകൂടാതെ 2 പാത്വേസ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആയിട്ട്, ഏതെങ്കിലും ഒരു പാത്വേ ആയിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത്. സോ 2 പാത്വേ പറയുന്നുണ്ട്, വിച്ച് ഈസ് MAP കൈനേസ് പാത്വേ ആൻഡ് ദി അതർ വൺ ഈസ് PI3K or AKT pathway. So MAP എന്ന് പറയുമ്പോൾ എന്താ? MAP kinase pathway, which is mitogen activated protein kinase pathway. Then PI3K AKT pathway എന്ന് പറയുമ്പോൾ എന്താ? phosphatidyl inositol 3 kinase or AKT pathway. Normally, these 2 signaling pathways are transiently activated by binding of the soluble growth factors ligand to the extracellular
ഡൊമൈൻ ഓഫ് ദി റിസപ്റ്റർ തൈറോസിൻ കൈനസ്. സോ നോർമലി ഈ രണ്ട് പാത്വേ ഉണ്ടല്ലോ, ഈ രണ്ട് പാത്വേയുടെ ഇത് രണ്ടും 2 സിഗ്നലിംഗ് പാത്വേസ് ആണല്ലോ. ഇവർ ആക്ടിവേറ്റ് ആവുന്നത് എങ്ങനെയാണ്? സോല്യൂബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ലിഗാൻസ് ഉണ്ടല്ലോ, ദേ വിൽ ബൈൻഡ് ടു ദി എക്സ്ട്രാ സെല്ലുലർ ഡൊമൈൻ ഓഫ് ദി റിസപ്റ്റർ. തൈറോസിൻ കൈനേസിൻ്റെ തന്നെ എക്സ്ട്രാ സെല്ലുലർ ഡൊമൈനിൽ പോയിട്ട് ഇതിനകത്ത് സൊല്യൂബിൾ ഗ്രോത്ത് ഫാക്ടർ ബൈൻഡിങ് നടക്കും. ഓക്കെ, ദസ് ഇറ്റ് ഗെറ്റ് ആക്ടിവേറ്റഡ്. ദിസ് ബൈൻഡിങ് എന്തുണ്ടാക്കും? ബൈൻഡിങ് വിൽ ലീഡ്സ് ടു ഓട്ടോഫോസ്ഫോറൈലേഷൻ ഓഫ് ദി സൈറ്റോപ്ലാസ്മിക് ഡൊമൈൻ ഓഫ് ദി റിസപ്റ്റർ. അങ്ങനെ റിസപ്റ്ററിലെ സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ നേരത്തെ എക്സ്ട്രാ സെല്ലുലർ ഡൊമൈനിൽ പോയിട്ടാണ് ബൈൻഡ് ചെയ്തത്. വൺസ് ഇറ്റ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് ലീഡ്സ് ടു ഓട്ടോഫോസ്ഫോറൈലേഷൻ ഓഫ് ദി സൈറ്റോപ്ലാസ്മിക് ഡൊമൈൻ ഓഫ് ദി റിസപ്റ്റർ. റിസപ്റ്ററിൻ്റെ സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ ഓട്ടോഫോസ്ഫോറൈലേഷൻ വരും. ആൻഡ് ഈ പിക്ചറിൽ കാണാൻ പറ്റും, ഇതാണ് ഗ്രോത്ത് ഫാക്ടർ വന്നിരിക്കുന്ന എക്സ്ട്രാ സെല്ലുലർ ഡൊമൈൻ ഓഫ് ദി റിസപ്റ്റർ തൈറോസിൻ കൈനേസ്. ആൻഡ് ദിസ് വൺ ഈസ് സൈറ്റോപ്ലാസ്മിക് ഡൊമൈൻ ഓഫ് ദി റിസപ്റ്റർ. സോ ഇവിടെ വന്നിട്ട് ഈ ഗ്രോത്ത് ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റേഴ്സിൽ ഓട്ടോഫോസ്ഫോറൈലേഷൻ നടക്കും. ഓട്ടോഫോസ്ഫോറൈലേഷൻ നടന്നിട്ട് ഇറ്റ് റിസൾട്ട് ഇൻ ഇൻട്രാസെല്ലുലർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. ഇങ്ങനെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന സ്റ്റെപ്സൊക്കെ നടക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു തൈറോസിൻ കൈനസ് റിസപ്റ്ററിലേക്ക് ഒരു ഗ്രോത്ത് ഫാക്ടർ, ഇത് ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്ററിലുണ്ട്. അപ്പോൾ ഗ്രോത്ത് ഫാക്ടർ വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് എക്സ്ട്രാസെല്ലുലർ മാട്രിക്സിലുള്ളതല്ല, എക്സ്ട്രാസെല്ലുലർ ഡൊമൈനിലുള്ള റിസപ്റ്റർ ആണല്ലോ. ഇതെന്ത് ചെയ്യും? സൈറ്റോപ്ലാസ്മിക് ഡൊമൈൻ ഓഫ് ദി റിസപ്റ്ററിലേക്ക് ഇൻഫോർമേഷൻ അല്ല, ഓട്ടോഫോസ്ഫോറൈലേഷന് വേണ്ടി ഓട്ടോഫോസ്ഫോറൈലേഷൻ ഇവിടെ നടത്തും. അങ്ങനെ ഓട്ടോഫോസ്ഫോറൈലേഷൻ നടത്തുമ്പോഴത്തേക്കും ഫർദർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ സംഭവിക്കും. Mutation involving the gene involved in the above two pathway leads to oncogenic consecutive activation even in the absence of ligand, promotes carcinogenesis. So ഇപ്പോൾ പറഞ്ഞ പാത്വേയിൽ എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ, ഈ ജീൻസിലൊക്കെ മ്യൂട്ടേഷൻ സംഭവിക്കുക എന്ത് പറ്റും? ഈ രണ്ട് പാത്വേ ലീഡ്സ് ടു ഓങ്കോജനിക് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആക്ടിവേഷൻ. ഇവിടെ ഓങ്കോജീൻസിൻ്റെ ആക്ടിവേഷൻ ആയിരിക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ലിഗാൻഡ്. സോ ഇറ്റ് പ്രൊമോട്ട്സ് ദി കാർസിനോജെനിസിസ്. നൗ conventional papillary carcinoma, ഇനി ജനറ്റിക് ഫാക്ടർ ഫോർ ദി കൺവെൻഷണൽ പാപ്പിലറി കാർസിനോമയുടെ ജനറ്റിക് ഫാക്ടേഴ്സ് ഏതാണ്? ഇത് പറയുന്നതിന് മുമ്പായിട്ട് ആ ഡയഗ്രം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇത് വായിക്കാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് ഏതാ? പാപ്പിലറി കാർസിനോമയാണല്ലോ. അപ്പോൾ പാപ്പിലറി കാർസിനോമയുടെ ആണെന്നുണ്ടെങ്കിൽ ജനറ്റിക് ഫാക്ടർ ഇവിടെ പറയുന്നത് RET/PTC ഫ്യൂഷൻ ജീനാണ് ആൻഡ് NTK/R1 ജീൻ. ഓക്കെ, ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ RET/PTC എന്ന് പറയുമ്പോൾ പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ ഫ്യൂഷൻ ജീൻ ആൻഡ് ദാറ്റ് ഈസ് ന്യൂറോട്രോഫിക് തൈറോസിൻ കൈനസ് റിസപ്റ്റർ 1, ദാറ്റ് ഈസ് NTK/R1 ജീൻ. അതുകൂടാതെ BRAF പോയിന്റ് മ്യൂട്ടേഷനും ആണ് ഇതിനകത്തുള്ള ജനറ്റിക് ഫാക്ടർ ഫോർ പാപ്പിലറി കാർസിനോമ. വേറാസ് ഇൻ കേസ് ഓഫ് ഫോളിക്കുലർ ആസ് വെൽ ആസ് അനാപ്ലാസ്റ്റിക് ഓർ അൺഡിഫറൻഷിയേറ്റഡ് കാർസിനോമ RAS പോയിന്റ് മ്യൂട്ടേഷൻ പറയാം, ദെൻ PI3K പോയിന്റ് മ്യൂട്ടേഷൻ വരാം. ഈ RET/PTC മ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അതുകൂടാതെ BRAF പോയിന്റ് മ്യൂട്ടേഷൻ, ഇത് രണ്ടും വേറെ എങ്ങും വരുന്നില്ല. ആകെ ഈ RET മ്യൂട്ടേഷൻ വരുന്നുണ്ട്, പോയിന്റ് മ്യൂട്ടേഷൻ. RET മാത്രമുള്ള പോയിന്റ് മ്യൂട്ടേഷൻ മെഡുലറി കാർസിനോമയിൽ കാണിക്കുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് MEN2 സിൻഡ്രോം. ദെൻ ഫോളിക്കുലർ ആൻഡ് അനപ്ലാസ്റ്റിക് കാർസിനോമയ്ക്കകത്ത് ഏതൊക്കെയാണ് വരുന്നത്? RAT അല്ല, ഇവിടെ RAS. ഓക്കെ, RAS പോയിന്റ് മ്യൂട്ടേഷൻ, PI3K പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ, PTEN പോയിന്റ് മ്യൂട്ടേഷൻ, it result in loss of function of tumor suppression. Then PIX, PPARG and anaplastic or undifferentiated carcinoma എന്ന് പറയുമ്പോൾ എന്തൊക്കെ മ്യൂട്ടേഷനാണ് വരുന്നത്? RAS മ്യൂട്ടേഷൻ, PI3K മ്യൂട്ടേഷൻ, inactivation of the P53 and mutation of beta കാറ്റനിൻ. ഇവിടെ ഇനാക്ടിവേഷൻ ഓഫ് P53 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ട്യൂമർ സപ്രസർ ജീനിൽ ഈ TP53 എന്ന് പറഞ്ഞാൽ ട്യൂമർ സപ്രസർ ജീനാണ് P53 പ്രോട്ടീൻ റിലീസ് ചെയ്യുന്നത്. സോ ഒരു കണക്ഷൻ ഇല്ലേ അവിടെ. ദെൻ മ്യൂട്ടേഷൻ ഓഫ് ബീറ്റ കാറ്റനിൻ. ദീസ് ആർ ദി ജനറ്റിക് ഫാക്ടേഴ്സ് വിച്ച് കോസസ് ദീസ് മ്യൂട്ടേഷൻ. ആൻഡ് ഇത് തന്നെ തിയറിയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ ഈ RET/PTC ഫ്യൂഷൻ ജീനിനെയൊക്കെ കുറിച്ചിട്ട്. സോ ഇതെങ്ങനെയാണ് ഇനാക്ടിവേറ്റ് ആക്കി, ഇതെങ്ങനെയാണ് ജനറ്റിക് ഫാക്ടറായിട്ട് ഇവിടെ കാർസിനോമ ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. കൺവെൻഷണൽ പാപ്പിലറി കാർസിനോമയ്ക്കകത്ത് MAP കൈനേസ് പാത്വേ ആക്ടിവേഷനാണ് നടക്കുന്നത്. MAP കൈനേസ് പാത്വേ ആക്ടിവേഷൻ. വട്ട് ഈസ് MAP? മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ് പാത്വേ.
So it is a major feature of the most papillary carcinoma. The activation can occur by one of the two major mechanisms. ഇവിടെ പാപ്പുലറി കാർസിനോമയ്ക്കകത്ത് മാപ് കൈനസ് പാത്വേ വഴിയായിരിക്കും, ബാക്കിയുള്ളത് ഡിഫറെൻ്റ് ആണ്. ബേസ്ഡ് ഓൺ ദി പിക്സിൽ തന്നെ ഉണ്ടായിരുന്നു. ദെൻ ആക്ടിവേഷൻ ഓഫ് ദി ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റേഴ്സ്. ആൻഡ് ദി ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റേഴ്സ് ഏതൊക്കെ? രണ്ട് ജീൻസാണ് എൻകോഡിങ് ദി ട്രാൻസ്മെംബ്രെയിൻ tyrosine kinase growth factor receptor, which are RAT and NTRI. NTRI എന്ന് പറയുമ്പോൾ എന്താ? ന്യൂറോട്രോഫിക് തൈറോസിൻ കൈനസ് റിസപ്റ്റർ. RAT ജീൻ. സോ ഈ RAT ജീൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. RAT ജീൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോർമലി നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ തൈറോയ്ഡ് ഫോളിക്കുലർ സെൽ. തൈറോയ്ഡ് ഫോളിക്കുലർ സെല്ലിൽ RAT ജീൻ ഇസ് നോട്ട് യൂഷ്വലി നോർമലി എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇൻ ദി പാപ്പുലറി കാർസിനോമ the chromosomal or somatic rearrangements of the RAT genes are common. So normally RAT gene follicular cells thyroid follicular cells normally express ചെയ്യത്തില്ല. ബട്ട് ഇൻ കേസ് ഓഫ് പാപ്പുലറി കാർസിനോമ അവിടെ എന്തൊക്കെ വരും? ക്രോമോസോമൽ അല്ലെങ്കിൽ സൊമാറ്റിക് റീഅറേഞ്ച്മെൻറ്റ്സ് വരുമല്ലോ, ആ ടൈമിലാണ് ഇവർ എക്സ്പ്രസ് ആവുന്നത്. ആൻഡ് ദിസ് റീഅറേഞ്ച്മെൻറ്റ് കോസസ് ഫ്യൂഷൻ ഓഫ് തൈറോസിൻ കൈനസ് ഡൊമൈൻ ഓഫ് RAT ടു വേരിയസ് അതർ ജീൻസ്. സോ ഇവിടെ തൈറോസിൻ കൈനസ് ഡൊമൈൻ ഓഫ് RAT വേരിയസ് അതർ ജീൻസിനോട് ബൈൻഡ് ചെയ്യും, കോമ്പൈൻ ചെയ്യുന്നുണ്ടാവും, ഫ്യൂഷൻ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് RAT ബാർ PTC. സോ വാട്ട് ഈസ് PTC? പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ. അങ്ങനെ RAT bar PTC fusion oncogene ആയിട്ട് മാറും. This RAT bar PTC fusion oncogenes produces RAT bar PTC fusion proteins, and this constitutive activation of the tyrosine kinase receptors in the thyroid follicular cell will activate MAP kinase pathway. Okay, അപ്പോൾ എന്താ സംഭവിച്ചത്? ഇനീഷ്യലി follicular cells, thyroid follicular cells, these RAT genes are not usually expressed. But in case of papillary carcinoma വരുമ്പോഴത്തേക്കും there will be chromosomal or somatic rearrangements ഉണ്ടാവും. അങ്ങനെ RAT genes അവിടെ എക്സ്പ്രസ് ആവും. ആൻഡ് ദിസ് റീഅറേഞ്ച്മെൻറ്റ് കോസസ് എന്ത്? ഫ്യൂഷൻ ഓഫ് തൈറോസിൻ കൈനസ് ഡൊമൈനുള്ള RAT ഉണ്ടല്ലോ, ദേ ഫ്യൂസസ് വിത്ത് വേരിയസ് അതർ ജീൻ. അതാണ് ക്രിയേറ്റ് RAT bar PTC fusion oncogenes. So ഇവർ ക്യാൻസറസ് ജീനായിട്ട് മാറി, oncogenes ആയിട്ട് മാറി, which produces RAT bar PTC fusion genes. Okay, this producing RAT bar PTC fusion proteins, and this constitutively activates the tyrosine kinase receptor in the thyroid follicular cell, thus resulting in activation of MAP kinase pathway. That is ഇവിടെ പറഞ്ഞല്ലോ RAT PTC എന്നുള്ളത്. RAT PTC എന്ന് പറയുമ്പോൾ it is present in about 20 to 40% of the papillary thyroid cancers and frequently is higher in these following radiation exposure. So radiation exposure ഉള്ളവർക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി ഈസ് വെരി ഹൈ. RAT bar PTC ജീൻ കാരണം ഉണ്ടാകുന്ന പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ. നൗ ന്യൂറോട്രോഫിക് തൈറോസിൻ കൈനേസ്. നെക്സ്റ്റ് ഈസ് ന്യൂറോട്രോഫിക് തൈറോസിൻ കൈനസ് റിസപ്റ്റർ 1. സോ ഈ ന്യൂറോട്രോഫിക് തൈറോസിൻ കൈനസ് റിസപ്റ്റർ 1 എന്ന് പറയുമ്പം ഇറ്റ്സ് എ ഫ്യൂഷൻ വിത്ത് അനദർ ജീൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ ഫ്യൂഷൻ പ്രോട്ടീൻ. Constitutively, it expresses in the thyroid cell, leads to the activation of MAP kinase. So, ഈ ന്യൂറോട്രോഫിക് തൈറോസിൻ കൈനസ് റിസപ്റ്റർ 1 എന്ന് പറയുമ്പം ഇതൊരു ഫ്യൂഷൻ വിത്ത് അനദർ ജീൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫ്യൂഷൻ വിത്ത് അനദർ ജീനാണ്. ആൻഡ് ഇറ്റ് ഫോംസ് റിസൾട്ടൻറ്റ് ഫ്യൂഷൻ പ്രോട്ടീൻ. സോ ജീൻ എന്ത് ചെയ്യും? പ്രോട്ടീൻ ഫോം ചെയ്യും. ആൻഡ് ഈ പ്രോട്ടീൻ എന്ത് ചെയ്യും? തൈറോയ്ഡ് സെൽസിൽ എക്സ്പ്രസ് ആവും. ദിസ് എക്സ്പ്രഷൻ ലീഡ്സ് ടു ആക്ടിവേഷൻ ഓഫ് MAP കൈനസ്, സിമിലർ ടു ദാറ്റ് ഓഫ് നേരത്തെ പറഞ്ഞ RAT ജീൻ്റെ അതുപോലെ തന്നെയാണ്. ദെൻ ആക്ടിവേഷൻ ഓഫ് പോയിന്റ് മ്യൂട്ടേഷൻ BRAF. സോ നമ്മൾ കൺവെൻഷണൽ പാപ്പുലറി കാർസിനോമ ഇതിൽ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3 എണ്ണമാണുള്ളത്. RAT bar PTC ജീൻ്റെ മ്യൂട്ടേഷൻ ആൻഡ് BRAF പോയിന്റ് മ്യൂട്ടേഷൻ. ഈ 2 ജീൻസാണ് വരുന്നത്. ഇത് കൂടാതെ ന്യൂറോട്രോഫിൻ തൈറോസിൻ കൈനസ് റിസപ്റ്റർ 1 കൂടെ ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് RAT ജീൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവേഷൻ ഓഫ് ദി പോയിന്റ് മ്യൂട്ടേഷൻ ഇൻ BRAF. Point mutation in BRF. So it is a second method of activation of MAP kinase pathway by activating the point mutation in BRF, whose product is an intermediate signaling component in the MAP kinase pathway. BRF is a RAS signal transduction protein. So ഈ BRF എന്താ? BRF എന്ന് പറയുമ്പോഴത്തേക്കും RASൻ്റെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പ്രോട്ടീൻ ഉണ്ട്. അതായത് RAS എന്നിട്ടും അതിൻ്റെ സിഗ്നൽസ് കൊടുത്ത് ജീനിൽ ജനറ്റിക്കലി സെൽ പ്രോളിഫറേഷന് വേണ്ടിയുള്ള ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒരു തിങ്ങാണ് എന്ത്? BRF. ഓക്കെ,
So second method of activation of MAP kinase pathway എങ്ങനെ activation of point mutation in BRAF ൽ point mutation വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നോർമലി കൊടുക്കുന്ന സിഗ്നലിന് പകരം ഇവിടെ ഓങ്കോജീൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സിഗ്നൽസ് ആയിരിക്കും കൊടുക്കുന്നത്. സോ സെൽ പ്രൊലിഫറേഷൻ അൺകൺട്രോൾഡ് ആവും. ദാറ്റ് ഈസ് ദി പോയിന്റ് മ്യൂട്ടേഷൻ ഓഫ് BRAF gene. It is observed in 30 to 50% of the papillary carcinoma and is associated with the metastatic diseases and extrathyroidal extension. Then RAT bar PTC in the rearrangement. RAT bar PTC rearrangement and BRAF point mutation is only seen in papillary carcinoma. ഇവിടെ follicular cells carcinomas adenomas കാണിക്കുന്നില്ല. ഓക്കെ, ആൻഡ് ഓൾസോ മെഡുലറി കാർസിനോമയിൽ ഇത് കാണിക്കുന്നില്ല. മെഡുലറി കാർസിനോമയിൽ കാണിക്കുന്നത് RAT മ്യൂട്ടേഷൻ മാത്രമല്ല, അത് RAT PTC മ്യൂട്ടേഷൻ കാണിക്കുന്നില്ല. ദെൻ ഫോളിക്കുലർ കാർസിനോമിനെ കുറിച്ച് ഇനിയും പറയുന്നത്. ഫോളിക്കുലർ കാർസിനോമിനെ കുറിച്ച് നമ്മൾ ഏതൊക്കെ മ്യൂട്ടേഷനാണ് പറഞ്ഞത്? അതിൽ 4 മ്യൂട്ടേഷൻ പറഞ്ഞിരുന്നു. RIS പോയിന്റ് മ്യൂട്ടേഷൻ, PTEN പോയിന്റ് മ്യൂട്ടേഷൻ, PI3K പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് PARG പോയിന്റ് മ്യൂട്ടേഷൻ. First one is molecule mutation in the PI3K ART cell signaling pathway. However, it is observed in 30 to 50% of the follicular carcinoma. This mutation results in constitutive activation of this oncogenic pathway. The mutation may involve different subsets of PI3K bar AKT signaling, and this includes mutation with the gain of function point mutation of RIS. So, first of all, these includes tumors with the gain of function point mutations of RIS. Tumor with the gain of function of point mutation of RIS ആണ് first one. And PI3KCA. Okay, so RIS എന്താ? സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പ്രോട്ടീൻ ആണ്. സോ ഇവിടെ ഒരു ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് point mutation വരുന്നുണ്ട്. ദെൻ ട്യൂമർ വിത്ത് ദി ആംപ്ലിഫിക്കേഷൻ ഓഫ് PIK3CA. PIK3CAയുടെ ആംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്. ആൻഡ് PTEN tumor suppressor gene ആണ് and the negative regulator of this pathway. The follicular carcinoma may show mutation of PTEN with loss of function of this tumor suppressor gene. സോ ഇവിടുത്തെ മ്യൂട്ടേഷൻ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ PI3K bar AKT സിഗ്നലിംഗ് പാത്വയിൽ മ്യൂട്ടേഷൻ ഉണ്ട്. ദെൻ RISൽ മ്യൂട്ടേഷൻ വരുന്നുണ്ട്. ദെൻ ആംപ്ലിഫിക്കേഷൻ ഓഫ് PI3K പാത്വേ വരുന്നുണ്ട്. ദെൻ PTEN, സോ ഇവിടെ ജീനാണ്. ദെൻ PTEൻ്റെ എന്താ? PTEN എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ട്യൂമർ സപ്രസർ ജീൻ. ദിസ് മ്യൂട്ടേഷൻ ഓഫ് PTEN എന്ന് പറയുമ്പോൾ ഇവിടെ ട്യൂമർ സപ്രസറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നെഗറ്റീവ് റെഗുലേഷൻ വരും. The last one is PAX8 PPARG, PAX-Spark എന്ന് നോക്കാം. PAX-Spark fusion. So PAX-Spark fusion എന്ന് പറയുമ്പോൾ എന്താ? They produces a fusion gene composed of the portion of PAX8 gene involved in thyroid development. So thyroid development വേണ്ട ഒരു ജീനായിരുന്നു PAX. So PAX-Spark എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും? സെൽസിനെ പ്രൊലിഫറേറ്റ് ചെയ്യാൻ ഇവർ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇവർക്കൊരു മ്യൂട്ടേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരുടെ ഫ്യൂഷൻ കൊണ്ട് മ്യൂട്ടേഷൻ സംഭവിക്കാം, ലൈക്ക് സെല്ലിൻ്റെ പ്രൊലിഫറേഷൻ സംഭവിക്കാം. Anaplastic or undifferentiated carcinoma. Anaplastic or undifferentiated carcinoma പറയുമ്പം these are highly aggressive and lethal tumors. So these are very aggressive ആയിട്ടുള്ള ഒരു lethal tumor ആണ് anaplastic carcinoma or undifferentiated carcinomas. They can arise due to de novo or more commonly by de-differentiation of an വെൽ ഡിഫറൻഷിയേറ്റഡ് ഫോളിക്കുലർ പാപ്പിലറി കാർസിനോമ. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, കാർസിനോമ തൈറോയ്ഡ് കാർസിനോമ പാപ്പിലറി ആണെങ്കിലും ഫോളിക്കുലർ ആണെങ്കിലും മെഡുലറി ആണെങ്കിലും ഓൾ ആർ വെൽ ഡിഫറൻഷിയേറ്റഡ്, അല്ലെ, വെൽ സർക്കംസ്ക്രൈബ്ഡ് ആയിരിക്കും എന്നുള്ളത്. സോ ഹിയർ ഇൻ അനാപ്ലാസ്റ്റിക് ഓർ അൺഡിഫറൻഷിയേറ്റഡ് കാർസിനോമ എന്ന് പറയുമ്പോൾ ദേ ആർ മോർ അഗ്രസീവ് ആൻഡ് ലീത്തൽ ഫോം ആയിരിക്കും. ആൻഡ് ദേ ആർ കോമൺലി arise by de-differentiation വഴിയായിരിക്കും. ഇത് അറൈസ് de-differentiation of well differentiated follicular പാപ്പിലറി കാർസിനോമയുടെ ഡീഡിഫറൻഷിയേഷൻ കൊണ്ടാണ് അനാപ്ലാസ്റ്റിക് ഓർ അൺഡിഫറൻഷിയേറ്റഡ് കാർസിനോമ അറൈസ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ അഗ്രസീവ് ആൻഡ് ലീത്തൽ. നെക്സ്റ്റ് ഈസ് മോളിക്കുലർ ചേഞ്ചസ്. മോളിക്കുലർ ചേഞ്ചസ് ആർ similar to those found in well differentiated carcinomas but occurs at a higher rate. That is RISഉം PI3K മ്യൂട്ടേഷനൊക്കെ ഇവർക്കും ഉണ്ട്. Then other genetic changes എന്ന് പറയുമ്പോൾ inactivation of P53 mutation of beta catenin are seen in anaplastic carcinoma and are associated with aggressive behavior. Okay. Next is non-follicular cell-derived carcinoma. Non-follicular cell-derived carcinoma ഒരെണ്ണേ ഉള്ളൂ, which is medullary thyroid carcinoma. ബാക്കി പറഞ്ഞ പാപ്പിലറി കാർസിനോമ തൈറോയിഡ് ആണെങ്കിലും, ബാക്കി ഏതൊക്കെ പറഞ്ഞ ഫോളിക്കുലർ കാർസിനോമ തൈറോയിഡ് ആണെങ്കിലും, പിന്നെ അനാപ്ലാസ്റ്റിക് കാർസിനോമ or undifferentiated carcinoma ആണെങ്കിലും all the three are follicular cell-derived ആയിരുന്നു. ബട്ട് മെഡുലറി തൈറോയിഡ് കാർസിനോമ മാത്രമാണ് നോൺ ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് ആയിട്ടുള്ളത്. ആൻഡ് ഇവരുടെ മ്യൂട്ടേഷൻ എന്തൊക്കെയാണ്, ജനറ്റിക് മ്യൂട്ടേഷൻ എന്തൊക്കെയാണ് വരുന്നത്?
genes coding growth factor receptors, that is familial medullary thyroid carcinomas. Familial medullary thyroid carcinomas occur in a multiple endocrine neoplasia type 2. So ഇത് എവിടെ ഒക്കർ ആവുന്നത്? ഫെമീലിയൽ മെഡുലറി തൈറോയ്ഡ് കാർസിനോമ ഒക്കർ ആവുന്നത് മെൻ 2 ആണ്. മെൻ 2 എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ എൻഡോക്രൈൻ ന്യൂപ്ലേസിയ ടൈപ്പ് 2 ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് ജേം ലൈൻ RET gene 1 മ്യൂട്ടേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ RET ജീൻ ഓർമ്മത്തിൽ പറഞ്ഞിരുന്നു. ഏത് കാർസിനോമയിലാണ് പറഞ്ഞത്? പാപ്പുലറി കാർസിനോമയിലായിരുന്നു. പാപ്പുലറി കാർസിനോമയിൽ ജേം ലൈൻ മ്യൂട്ടേഷൻ അല്ല, ജസ്റ്റ് ഫ്യൂഷൻ ആയിരുന്നു. RET PTA കൊണ്ടുള്ള ഫ്യൂഷൻ, അത് വേറെ അനദർ ജീനുമായിട്ടുള്ള ഫ്യൂഷൻ കൊണ്ടുവന്നൊരു മ്യൂട്ടേഷനല്ല, ആ ഫ്യൂഷൻ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത പ്രോട്ടീൻ ആയിരുന്നു അവിടെ സെൽ പ്രൊളിഫറേഷൻ ഡിഫക്റ്റീവ് ആക്കിയത്. ബട്ട് ഇവിടെ എന്താ, ജേം ലൈൻ മ്യൂട്ടേഷനാണ്. മെഡുലറി തൈറോയ്ഡ് കാർസിനോമയിൽ ജേം ലൈൻ മ്യൂട്ടേഷനാണ് പറയുന്നത്. ജേം ലൈൻ RET gene mutation. The RET gene encodes for receptor tyrosine kinase. So RET ഇവിടെ എൻകോഡ് ചെയ്യുന്നത് റിസപ്റ്റർ തൈറോസിൻ കൈനേസിലേക്കാണ്. ആൻഡ് ദീസ് കോസസ് സെൽ proliferation. That is how it happens. So gene encoding growth factor receptor ഉണ്ട്. growth factorനെ encode ചെയ്യുന്ന gene receptors ഉണ്ട്. That is familial medullary thyroid carcinoma develop ചെയ്യും, which occurs in men 2, that is multiple endocrine neoplasia type 2 or men 2 associated with the germline RET gene mutation. And this germline RET mutation are the RET gene code for receptor tyrosine kinase and oncogenic version of RET gene, leading to consecutive activation of tyrosine kinase receptor and cell proliferation. And RET mutations are also seen in about 50% of the non-familial or sporadic medullary thyroid cancers. Then RET bar PTC. So RET bar PTC എന്നുള്ളത് നമ്മൾ എവിടെ പറഞ്ഞേ? പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമയിലാണ്. പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമയിൽ മാത്രമേ ഉള്ളൂ RET PTC ജീൻ മ്യൂട്ടേഷൻ വരുന്നത്. ബട്ട് ഹിയർ എന്താ വന്നത്? RETയുടെ ജേം ലൈൻ ജീൻ മ്യൂട്ടേഷൻ ആയിരുന്നു. ദെൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദി ഫാക്ടർ വിച്ച് അഫക്റ്റിംഗ് ത്രൂ എൻവയോൺമെൻറ്റ് ഏതൊക്കെയായിരിക്കും? അയനൈസേഷൻ, റേഡിയേഷൻ ആൻഡ് തൈറോയ്ഡ് അല്ലേ. തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ അയഡിൻ്റെ കുറവുകൊണ്ട് വരാം. സോ ഡെഫിഷ്യൻസി ഓഫ് ഡയറ്ററി അയഡിൻ. അയനൈസേഷൻ, റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മേജർ റിസ്ക് ഫാക്ടർ മെയിൻലി ഡ്യൂറിങ് ദി ഫസ്റ്റ് 2 decades of life. The deficiency of dietary iodine and the goiter may be associated with the higher frequency of follicular carcinoma. Now ഇനി ഓരോ കാർസിനോമയെ കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ, follicular thyroid carcinoma, then anaplastic or undifferentiated thyroid carcinoma and medullary thyroid carcinoma. ഇതിൽ പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമയും മെഡുലറി തൈറോയ്ഡ് കാർസിനോമയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേ ക്യാൻ ബി ആസ്ക്ഡ് ആസ് എസ്സി ക്വസ്റ്റ്യൻ. പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ ആണെങ്കിൽ ഓർഫൻ ആനി ഐ ന്യൂക്ലിയ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഗ്ലാസ് ന്യൂക്ലിയ വെച്ചിട്ടായിരിക്കും ആ ഒരു വേർഡ് ക്വസ്റ്റ്യനിൽ വരും. ആൻഡ് മെഡുലറി തൈറോയ്ഡ് കാർസിനോമ ആണെങ്കിലോ അതിൻ്റെ ടൈപ്പ്, മോർഫോളജി, ക്ലിനിക്കൽ കോഴ്സ്, എറ്റിയോളജിയൊക്കെ എടുത്തെടുത്ത് ചോദിക്കും. സോ all these 4 carcinomas are very important. Out of these 4, 3 ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എസ്സേയുടെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത് പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമയും അതുകൂടാതെ മെഡുലറി തൈറോയ്ഡ് കാർസിനോമയാണ്. പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ. സോ പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ one of the important essay question ആണ്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ? ആദ്യം മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു 85% ഓഫ് ദി പ്രൈമറി തൈറോയ്ഡ് ക്യാൻസേഴ്സും പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമയാണ്. പാപ്പുലറി എന്ന് പറയുമ്പോൾ എന്താ? പാപ്പിലേസ് കാണാൻ പറ്റൂലേ. സോ ഇത് എഫക്റ്റ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് ഏതാ? ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് എന്നില്ല, അത് ഒക്കർ അറ്റ് എനി ഏജ് ആണ്. മോസ്റ്റ് കോമൺലി 25 and 50, between 25 and 50 ആണ് most commonly, but it affects all age. Any age ലെവലിലും എഫക്റ്റ് ചെയ്യാം. And they are associated with previous exposure to ionization radiation. So they are associated with the previous exposure to ionization radiations. Then genetic factors എന്തൊക്കെയാണ് പറഞ്ഞത്? ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമയുടെ ജനറ്റിക് ഫാക്ടർ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ BRAF point mutation. So BRAF point mutation ഒരു ജനറ്റിക് ഫാക്ടർ ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് അവിടെ BRAF എന്ത് ചെയ്യുന്നത്? പോയിന്റ് മ്യൂട്ടേഷൻ വന്നത് കൊണ്ടിട്ട് MAP കൈനേസ് പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ RET PTC മ്യൂട്ടേഷൻ എന്താ? RET എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ടായിരുന്നു. ദേ ഫ്യൂസസ് വിത്ത് സം അതർ ജീൻ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് RET PTC മ്യൂട്ടേഷൻ. RET PTC ഫ്യൂഷൻ ജീൻ ഫോം ചെയ്തു. ഈ RET PTC ഫ്യൂഷൻ ജീൻ എന്ത് ചെയ്തു? ദേ കോസസ് മ്യൂട്ടേഷൻ, റൈറ്റ്? ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻ അല്ലേ. ആൻഡ് ദിസ് കോസസ് ആക്ടിവേഷൻ ഓഫ് MAP കൈനേസ് പാത്വേ. This is about the papillary thyroid carcinoma introduction. Now morphology. മോർഫോളജിയിൽ ഫസ്റ്റ്ലി ഗ്രോസ് ആണ് നോക്കുന്നത്. ഗ്രോസ് മോർഫോളജിയിൽ കൺവെൻഷണൽ പാപ്പുലറി കാർസിനോമാസ് മേ ബി സോളിറ്ററി ഓർ മൾട്ടിഫോക്കൽ ലീഷൻസ് ആയിരിക്കും.
and this picture shows the papillary carcinoma of thyroid. So papillary carcinoma എന്താ ആദ്യ ഇവിടെ നമുക്ക് വെൽ സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടിഫോക്കൽ, ദാറ്റ് ഈസ് സോളിറ്ററി ഓർ മൾട്ടിഫോക്കൽ ആണല്ലോ. ഇത് മൾട്ടിഫോക്കൽ ലീഷൻസ് കാണാൻ പറ്റും. ഇവിടെ വെൽ സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലീഷനാണ്. ഇവർക്ക് നമുക്കറിയാം ഇവിടെ ക്യാപ്സ്യൂൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ ലൈറ്റ് ആയിട്ട്. ദീസ് ഇസ് വെൽ എൻക്യാപ്സുലേറ്റഡ് ആണ്, വെൽ എൻക്യാപ്സുലേറ്റഡ് ആൻഡ് ദേ ആർ ഇൽ ഡിഫൈൻഡ് ആയിരിക്കും. ബൈ ഇൽ ഡിഫൈൻഡ് ഇവർക്ക് ഇൻവേഷൻ നടക്കുന്നുണ്ട്, ഈ ക്യാൻസറിന് ഇൻവേഷൻ ഉള്ളതാണ്. സോ ഇൻവേഷൻ ഉള്ളതുകൊണ്ട് ദേ ആർ ഇൽ ഡിഫൈൻഡ്, പാരങ്കമയിലേക്കൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ അവരുടെ കളർ ഏതാ കളർ എന്ന് പറയുമ്പോൾ ദേ ഗ്രേ വൈറ്റ് അപ്പിയറൻസ്, ഗ്രേ വൈറ്റ് ഫോം ടു ഹാർട്ട് ട്യൂമർ ആയിരിക്കും. ആൻഡ് ഇവർക്ക് ഫൈബ്രോസിസും കാൽസിഫിക്കേഷൻസും ഒക്കെ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഗ്രേ വൈറ്റ് കളർ പറഞ്ഞത്. ആൻഡ് കട്ട് സർഫസിൽ എന്ത് കാണാൻ പറ്റും? പാപ്പിലറി ഫോക്കൈ. കട്ട് സർഫസിൽ നമുക്കിവിടെ കാണാൻ പറ്റും കുറേ പാപ്പിലറി ഫോക്കൈ. ആൻഡ് ഇത് മൈക്രോസ്കോപ്പിക്കലി എന്ത് അപ്പിയറൻസ് ഉള്ളത്? ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ഓർ ഓർഫൻ ആനി ന്യൂക്ലിയൈ. ആൻഡ് ദിസ് മൈക്രോസ്കോപ്പിക്കലി അത് മാത്രമല്ല കാണാൻ പറ്റുന്നത്, ഇവിടുത്തെ കോംപ്ലെക്സ് ആയിട്ടുള്ള ബ്രാഞ്ചിങ് പാപ്പിലേസ് ഉണ്ട്. കോംപ്ലെക്സ് ബ്രാഞ്ചിങ് പാപ്പിലേസ് ഒക്കെ കാണാൻ പറ്റും. ദെൻ സാമോമ ബോഡീസ്, ദീസ് ആർ ദിസ് തിങ്സ്. സാമോമ ബോഡീസ് എന്ന് പറയുമ്പോൾ എന്താ? സെൻട്രലി ഒരു കാൽസിഫൈഡ് സ്ട്രക്ചറുള്ള ഒരു സെൽ, ഓക്കെ, പാപ്പിലറി കോർ. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇസ് സാമോമ ബോഡീസ്. ഇനി നമുക്ക് ഗ്രോസ് നോക്കാം അല്ലേ. സോ ഗ്രോസ് എന്താ? ദേ ആർ കൺവെൻഷനലി പാപ്പിലറി കാർസിനോമാസ്. സോളിറ്ററി ആയിട്ടും വരാം, അല്ലെങ്കിൽ മൾട്ടിഫോക്കൽ ലീഷനായിട്ടും വരാം. സോളിറ്ററിയും വരാം, അല്ലെങ്കിൽ മൾട്ടിഫോക്കൽ ലീഷനായിട്ടും വരാം. ആൻഡ് ട്യൂമർ മേ ബി വെൽ സർക്കംസ്ക്രൈബ്ഡ്, എൻക്യാപ്സുലേറ്റഡ് ആൻഡ് ഇൽ ഡിഫൈൻഡ് ആണ്. ട്യൂമർ വിൽ ബി either it can be വെൽ സർക്കംസ്ക്രൈബ്ഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എൻക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ളൊരു ട്യൂമർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൽ ഡിഫൈൻഡ് ആയിരിക്കും. ഇൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻവേഷൻ അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ കാരണം പാരങ്കൈമയിലേക്കുള്ള സ്പ്രെഡ് ഉണ്ടാവും. സോ ദേ റിമെയിൻ ഇൽ ഡിഫൈൻഡ്. ദെൻ ഗ്രേ വൈറ്റ് ഫോം ടു ഹാർട്ട് ട്യൂമർ ആയിരിക്കും. ഇൻ why they are grey white form to heart tumor? Because there is fibrosis and calcification. Some areas it may show fibrosis and calcification, or either cystic ആയിട്ടായിരിക്കും എക്സ്പ്രസ് ആവുന്നത്. Then cut surface shows papillary foci. Then microscopically എങ്ങനെയായിരിക്കും? Microscopically the complex branching papillae, they have dense central fibrovascular stalk or core. ഇപ്പോൾ കോംപ്ലെക്സ് ബ്രാഞ്ചിങ് പാപ്പില്ലയിൽ എന്തുണ്ട്? ഡെൻസ് സെൻട്രൽ ഫൈബ്രോവാസ്കുലർ സ്റ്റോക്ക് ഓർ കോർ ഉണ്ട്. ആൻഡ് the papillae are covered by a single to multiple layers of uniform cuboidal to columnar epithelial cells. So complex branching papillae നമ്മൾ കണ്ടായിരുന്നു, നേരത്തെ പടത്തിൽ കണ്ടിരുന്നു കോംപ്ലെക്സ് ബ്രാഞ്ചിങ് ആയിട്ടുള്ള പാപ്പിലെ. ആ പാപ്പിലയിൽ എന്തുണ്ടാവും? they have a dense central fibrovascular stalk or core. Then papillae are covered by a single to multiple layers of uniform cuboidal to columnar epithelium. പാപ്പിലെ കവർ ചെയ്ത് എന്തുകൊണ്ടാണ്? മൾട്ടിപ്പിൾ, ദാറ്റ് ഈസ് ക്യൂബോയിഡൽ ടു കൊളംനർ. ഇപ്പം ഈ കവറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് മെഡുലറി തൈറോയ്ഡ് കാർസിനോമയിലാണ്. ബാക്കിയുള്ള 3 തൈറോയ്ഡ് കാർസിനോമയിലും ക്യൂബോയിഡൽ ടു കൊളംനർ എപ്പിത്തീലിയം തന്നെയാണ് കവറിങ് വരുന്നത്. ദെൻ ന്യൂക്ലിയർ ഫീച്ചർ. ന്യൂക്ലിയർ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഡയഗ്നോസിസ് ഓഫ് ദി പാപ്പിലറി കാർസിനോമ. ന്യൂക്ലിയർ ഫീച്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡയഗ്നോസിസ് പാപ്പിലറി കാർസിനോമ. ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാപ്പിലറി ആർക്കിടെക്ചർ, ഈ ന്യൂക്ലിയർ ഫീച്ചേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. They have a ground glass-like appearance or orphan eye nuclei. They contain a fine dispersed chromatin കാണാൻ പറ്റും. ഓർഫൻ ഐ ന്യൂക്ലിയ എന്ന് പറയുമ്പോൾ എന്താ? ആ ഒരു സെല്ലിനകത്ത് we can see fine dispersed chromatin which gives an optically clear ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു empty appearance കിട്ടും. optically clear or empty appearance, that is hypochromatic empty nuclei ആയിരിക്കും കാണാൻ പറ്റുന്നത്. Then intranuclear inclusions are intranuclear grooves. പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു ഇൻട്രാന്യൂക്ലിയർ ഇൻക്ലൂഷൻസ് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ഇൻട്രാന്യൂക്ലിയർ, ഈ ഒരു പാർട്ട് ഇൻട്രാന്യൂക്ലിയർ ഇൻക്ലൂഷൻസോ ഇൻട്രാന്യൂക്ലിയർ ഗ്രൂവ് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ കുറേ ഇൻക്ലൂഷൻസ് ഗ്രൂപ്പ്സ് കാണാനില്ല. സോ ദാറ്റ് ഈസ് ഇൻട്രാന്യൂക്ലിയർ ഇൻക്ലൂഷൻസ് ആൻഡ് ഇൻട്രാന്യൂക്ലിയർ ഗ്രൂവ്സ് ആൻഡ് ഇൻവാജിനേഷൻസ് ഓഫ് ദി cytoplasm into the nucleus in cross section may give the appearance of the eosinophilic intranuclear inclusions or pseudo inclusions or intranuclear grooves ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഇത് കൊടുക്കും. ഓക്കെ, ആൻഡ് മെയിൻലി എന്താ? ഗ്രൗണ്ട് ക്ലാസ് ഓർ ഓർഫൻ ആൻറ്റി ന്യൂക്ലിയസ് ആണ് ഇമ്പോർട്ടൻറ്റ്. സാമോമ ബോഡീസ്. സോ സാമോമ ബോഡീസ് എന്ന് പറയുമ്പോൾ എന്താ? ദേ ആർ കാൽസോസ്ഫെറിക്കൽ. പേര് തന്നെ ഉണ്ടല്ലോ, കാൽസോസ്ഫെറിക്കൽ എന്ന് പറയുമ്പോൾ എന്താ? കാൽസിഫൈഡ് ആയിരിക്കും, സ്ഫെറിക്കൽ ആയിരിക്കും. കാൽസോസ്ഫെറൈറ്റ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ കോൺസെൻട്രിക്കലി കാൽസിഫൈഡ് സ്ട്രക്ചർ യൂഷ്വലി പ്രസൻറ്റ് വിത്തിൻ ദി പാപ്പിലറി കോർ. സോ യൂഷ്വലി പാപ്പിലറി കോറിൽ കാണാൻ പറ്റുന്ന ഒരു കാൽസിഫൈഡ് സ്ട്രക്ചറാണ് സാമോമ ബോഡീസ്. ആൻഡ്
they are virtually diagnostics of papillary carcinomas and never found in follicular or medullary carcinoma. So virtually they are diagnostic for the papillary carcinoma because they are not seen in follicular and medullary carcinomas. ഇവർക്ക് ലിംഫാറ്റിക് സ്പ്രെഡ് ഉണ്ട്. ബാക്കി അതർ കാർസിനോമാസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമയ്ക്ക് ലിംഫാറ്റിക് സ്പ്രെഡ് മാത്രമേ ഉള്ളൂ, ഹെമറ്റോളജിക്കൽ സ്പ്രെഡ് ഇല്ല. ലിംഫാറ്റിക് സ്പ്രെഡാണ് ടു ദി റീജിയണൽ സർവൈക്കൽ ലിംഫ് നോഡ്സിലേക്ക്. നൗ ഹിസ്റ്റോളജിക്കൽ വേരിയൻസ് ഓഫ് പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. ഹിസ്റ്റോളജിക്കൽ വേരിയേഷൻ ആയിട്ടുള്ളത് ഫോളിക്കുലർ വേരിയൻ്റ് ഉണ്ട്, ടോൾ ആൻഡ് കൊളംനർ സെൽ വേരിയൻ്റ് ഉണ്ട്, ഡിഫ്യൂസീവ് സ്ക്ലീറോസിങ് വേരിയൻ്റ് ഉണ്ട്, പാപ്പുലറി മൈക്രോ കാർസിനോമാസ് ഉണ്ട്. സോ ഫോളിക്കുലർ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ എന്താ, ദേ ആർ ദി മോസ്റ്റ് കോമൺ വേരിയൻ്റ് ആണ് ഫോളിക്കുലർ വേരിയൻറ്റ്. സോ ഫോളിക്കുലർ വേരിയൻറ്റ് ഇൻ വിച്ച് ദി ന്യൂക്ലിയർ ഷോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പാപ്പുലറി കാർസിനോമ ബട്ട് ഹാസ് ടോട്ടലി ഫോളിക്കുലർ ആർക്കിടെക്ചർ ഉള്ള ന്യൂക്ലിയസ് ഇസ് ഷോയിങ് പാപ്പുലറി കാർസിനോമ, ദാറ്റ് ഈസ് ഫോളിക്കുലർ വേരിയൻറ്റ്. Then whereas tall and columnar cell variant എന്ന് പറയുമ്പോൾ എന്താ, these cells, these പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമയുടെ സറൗണ്ടിങ് മൈക്രോസ്കോപ്പിക്കലി ഈ കോംപ്ലക്സ് ബ്രാഞ്ചിങ് പാപ്പില ഉണ്ടല്ലോ അതിനെ സറൗണ്ട് ചെയ്തിട്ട് ടോൾ ആൻഡ് കോളംനാർ സെൽ ആയിരിക്കും അവൈലബിൾ കാണുന്നത് എപ്പിത്തീലിയത്തിൽ, വിച്ച് റിമെയിൻസ് ഇൻറ്റൻസീവ്ലി ഈസിനോഫിലിക് സൈറ്റോപ്ലാസം lining the papillary structure. So this is tall and columnar cell variant. അപ്പോൾ എന്താ ക്യാരക്ടറിസ്റ്റിക് വിത്ത് tall columnar cells ഉണ്ടാവും, വിത്ത് intensively eosinophilic cytoplasm ഉണ്ടാവും lining the papillary structure. Then diffuse sclerosing variant എന്ന് പറയുമ്പോൾ എന്താണ്, diffuse sclerosing variant എന്ന് പറയുമ്പോൾ it shows a prominent papillary projection, prominent ആയിട്ടുള്ള ഒരു papillary projection കാണിക്കും and admixed with the nest of squamous metaplasia, extensive diffuse fibrosis with a prominent lymphocytic infiltration ഉള്ള ഒരു നെസ്റ്റ് ഓഫ് സ്ക്വാമസ് മെറ്റാപ്ലീസിയ, എക്സ്റ്റെൻസീവ് ആൻഡ് ഡിഫ്യൂസ് ഫൈബ്രോസിസ് ഒക്കെ ആയിരിക്കും ഡിഫ്യൂസ് സ്ക്ലെറോസിങ് വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ കാണുന്നത്. പാപ്പുലറി മൈക്രോ കാർസിനോമ എന്ന് പറയുമ്പോൾ ദി സൈസ് ഓഫ് ദി സെൽ ഷുഡ് ബി ലെസ് ദാൻ 1 centimeter in size. So less than 1 centimeter ആയിരിക്കും സൈസ് വരുന്നത്, സൈസ് ഓഫ് ദി സെൽ, ആൻഡ് ഇസ് യൂഷ്വലി ഫൗണ്ട് ആസ് ആൻ ഇൻസിഡൻറ്റൽ ഫൈൻഡിങ് ഓൺ സർജറി. So they are usually found as an incidental finding on the സർജറി. ദെൻ ദി ലാസ്റ്റ് വേരിയൻറ്റ് ഈസ് ഓങ്കോസൈറ്റിക് വേരിയൻറ്റ്. ഓങ്കോസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ക്യാൻസറസ് വേരിയൻ്റ് ആണല്ലേ. സോ ദീസ് ആർ ദി വേരിയൻറ്റ്സ് ഓഫ് പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ. സോ ഏതൊക്കെയാണ് പറഞ്ഞത്, ഫോളിക്കുലർ വേരിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫീച്ചേഴ്സ് ഓഫ് ആർക്കിടെക്ചർ ഫോളിക്കുലർ കാർസിനോമയുടെ ആണെങ്കിലും ഫീച്ചേഴ്സ് എന്തായിരിക്കും പാപ്പുലറി കാർസിനോമയുടെ ആയിരിക്കും. ടോൾ ആൻഡ് കൊളംനർ സെൽ വേരിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ എപ്പിത്തീലിയം പാപ്പുലറുടെ ഈ കോംപ്ലക്സ് ബ്രാഞ്ചിങ് പാപ്പുലയുടെ എപ്പിത്തീലിയം വിൽ ബി ടോൾ ആൻഡ് കൊളംനാർ വേരിയൻ്റ് ആയിരിക്കും, സെല്ലായിരിക്കും. ദെൻ ഡിഫ്യൂസ് സ്ക്ലീറോസിങ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇവർക്ക് കുറേ പാപ്പുലറി പ്രോമിനൻ്റ് ആയിട്ടുള്ള പാപ്പുലറി പ്രൊജക്ഷൻസ് ഉണ്ടാവും, എലോങ് വിത്ത് ഡിഫ്യൂസ് ഫൈബ്രോസിസ്, മെറ്റാപ്ലേസിയ, എക്സ്റ്റെൻസീവ് ആൻഡ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ദെൻ പാപ്പുലറി മൈക്രോ കാർസിനോമ എന്ന് പറയുന്ന കാരണം എന്താ, മൈക്രോ. സോ സെൽ സൈസ് ഷുഡ് ബി ലെസ് ദാൻ 1, ഷുഡ് ബി എന്നല്ല, വിൽ ബി ലെസ് ദാൻ 1 centimeter in size. And oncocytic variant, these are the different histological variants of papillary carcinoma. ഇനി ക്ലിനിക്കൽ കോഴ്സാണ്, ക്ലിനിക്കൽ കോഴ്സ് ഓഫ് പാപ്പുലറി കാർസിനോമ. ക്ലിനിക്കൽ കോഴ്സിനകത്ത് എന്താ പറയുന്നത്, ദി മോസ്റ്റ് പാപ്പുലറി കാർസിനോമാസ് പ്രസൻറ്റ് ആസ് അസിംപ്റ്റോമാറ്റിക് തൈറോയിഡ് നൊഡ്യൂൾസ് അല്ലേ. മോസ്റ്റ് ഓഫ് ദി പാപ്പുലറി കാർസിനോമ എങ്ങനെയാണ് കാണുന്നത്, സിംപ്റ്റോമാറ്റിക് ആയിട്ടുള്ളൊരു തൈറോയിഡ് എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ തൈറോയിഡ് നൊഡ്യൂൾസ് ആയിട്ടായിരിക്കും കാണുന്നത്. സംടൈംസ് പ്രസൻറ്റിംഗ് സിംറ്റംസ് മേ ബി എ മാസ് ഇൻ സർവൈക്കൽ ലിംഫ് നോഡ്സ്. എവിടെ ഈ മാസ് കാണുന്നത്, സർവൈക്കൽ ലിംഫ് നോഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എവിടെ, മൈക്രോസ്കോപ്പിക്കലി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ലിംഫാറ്റിക് സ്പ്രെഡ് പറഞ്ഞു. ലിംഫാറ്റിക് സ്പ്രെഡ് ഏത് ലിംഫിലേക്ക് സ്പ്രെഡ് ആവുന്നു എന്ന് പറഞ്ഞത് റീജിയണൽ ആയിട്ടുള്ള സർവൈക്കൽ ലിംഫ് നോഡ്സിലേക്കായിരിക്കും സ്പ്രെഡ് ആവുന്നത്. സോ സർവൈക്കൽ ലിംഫ് നോഡ് സ്പ്രെഡ് ആകുമ്പോൾ അവിടെയാണല്ലോ ഒരു മാസ് വരാൻ പോകുന്നത്. സോ പ്രസൻറ്റിംഗ് സിംറ്റം എന്തായിരിക്കും കാണിക്കുന്നത്, മാസ് ഇൻ ദി സർവൈക്കൽ ലിംഫ് നോഡ് ഡ്യൂ ടു മെറ്റാസ്റ്റാസിസ്. ദെൻ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി ഉണ്ട്. ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുമ്പോൾ ദേ ഷോസ് ന്യൂക്ലിയർ ഫീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പാപ്പുലറി കാർസിനോമ. ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും, we will get a nuclear, something which nuclear features characteristics of the papillary carcinoma, and its prognosis is excellent. Early diagnosis and prognosis is excellent in case of papillary thyroid carcinoma. So papillary thyroid carcinoma എന്തൊക്കെയാണ് പറഞ്ഞത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്, അറ്റ് എനി ഏജ്, മോസ്റ്റ് കോമൺലി 25 to 50 years of age, ആൻഡ് പ്രീവിയസ്ലി അസോസിയേറ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അയനൈസേഷൻ റേഡിയേഷൻ ഉള്ളവർക്കായിരിക്കും ഇത് കൂടുതലായിട്ടുള്ള വരാനുള്ള ചാൻസ്. ജെനറ്റിക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ദെൻ അതിൻ്റെ മോർഫോളജി,
മോർഫോളജിക്കലി ഇറ്റ് ക്യാൻ ബി ഏത് സൊളിറ്ററി അല്ലെങ്കിൽ മൾട്ടിഫോക്കൽ ലീഷൻ ആയിരിക്കും. അവർക്ക് വെൽ സർക്കംസ്ക്രൈബ് എൻക്യാപ്സുലേറ്റ് അല്ലെങ്കിൽ ഇൽ ഡിഫൈൻഡ് ആയിട്ടായിരിക്കും അവരുടെ ഗ്രോസ്ലി കാണുന്നത്. ദേ ആർ ഗ്രേ വൈറ്റ് ഹാർഡ് ഫോം ടു ഹാർഡ് മാസ് ബൈ ദർ ഇസ് കാൽസിഫിക്കേഷൻ ആൻഡ് ഫൈബ്രോസിസ്. അതുകൊണ്ട് സംടൈംസ് സിസ്റ്റിക് ആയിരിക്കും. ദെൻ കട്ട് സർഫസ് ഷോസ് പാപ്പിലറി ഫോക്കെ. ദെൻ മൈക്രോസ്കോപ്പിൽ എടുക്കും. മൈക്രോസ്കോപ്പിൽ എന്തൊക്കെയാണ് കണ്ടത്? കോംപ്ലക്സ് ബ്രാഞ്ചിങ് പാപ്പിലി ഉണ്ട് ആൻഡ് പാപ്പിലി ഈസ് സറൗണ്ടഡ് ബൈ cuboidal to columnar shaped epithelium ആയിരിക്കും വിത്ത് ഈസ്നോഫിലിക് സൈറ്റോപ്ലാസം. ഈ ഒരു സെൽസിൻ്റെ സൈറ്റോപ്ലാസം ഈസ്നോഫിലിക് ആണ്, വെരി പിങ്ക് ഇൻ കളർ. ദെൻ ന്യൂക്ലിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഈസിലി ഈ ഒരു പാപ്പിലറി കാർസിനോമ ഓഫ് തൈറോയിഡിനെ ഡയഗ്നോസ് ചെയ്യാൻ ന്യൂക്ലിയർ ഫീച്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ദേ ഹാവ് എ ഗ്രൗണ്ട് ഗ്ലാസ് ഓർ ഓർഫൻ ആനി ഐ ന്യൂക്ലിയൈ ദാറ്റ് ഇസ് ഫൈൻഡ് ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിൻസ് കാണാൻ പറ്റും. ദെൻ സാമോമ ബോഡീസ് പറഞ്ഞു ദേ ആർ കാൽസിഫൈഡ് സ്ട്രക്ചേഴ്സ് യൂഷ്വലി പ്രസൻറ്റ് വിത്ത് the papillary score. Then lymphatic spread. These are the things which is ഇതിനകത്ത് പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമയിൽ പറഞ്ഞത്. ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ. ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ എന്ന് പറയുമ്പം ദേ ആർ ദി ഫോളിക്കുലർ കാർസിനോമ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് 5 to 15% ഓഫ് ദി പ്രൈമറി തൈറോയ്ഡ് കാർസിനോമ. അപ്പോൾ ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ എന്ന് പറയുമ്പോൾ 5 to 15% ഓഫ് ദി 85%ഉം പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ ആയിരുന്നു. ഇതിനകത്ത് ഒരു 5 to 15% തൈറോയ്ഡ് കാൻസേഴ്സ് ഒക്കെ എന്തായിരിക്കും? ഫോളിക്കുലർ കാർസിനോമാസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് മെയിൻലി എഫക്റ്റ് ഫീമെയിൽസ്. ആൻഡ് ഏജ് ഗ്രൂപ്പ് എപ്പോഴാണ്? ഏജ് നമ്മുടെ പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമയ്ക്ക് പ്രത്യേകിച്ച് ഏജ് ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമയ്ക്ക് ആണെങ്കിൽ ഓൾഡർ ഏജിനായിരിക്കും കൂടുതലായിട്ടും എഫക്റ്റ് ആവുന്നത്, എബൌട്ട് 40 to 60 years ഓഫ് ഏജിൽ. എറ്റിയോളജി ഓഫ് ദി കോസ് എന്താ? ഫ്രീക്വൻറ്റ് ഇൻ ദി റീജിയൻ വേർ ദർ ഇസ് എ ഡയറ്ററി ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. സോ ഇവരുടെ എറ്റിയോളജി പറയുന്നത് ഡയറ്ററി ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഉള്ളതുകൊണ്ടാണ് എന്ത് വരുന്നത്? ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ. വേറെ പാപ്പിലറി കാർസിനോമയൊക്കെ ജീൻ മ്യൂട്ടേഷൻ ഒക്കെ ആയിരുന്നു മെയിൻ റീസൺ. ആൻഡ് ഇവിടെ ഫോളിക്കുലർ തൈറോയിഡിൻ്റെ ആണെങ്കിലോ മെയിൻ എറ്റിയോളജി അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത് ഡയറ്ററി ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ആണ്. അത് കൂടാതെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് വിച്ച് ഇൻക്ലൂഡ്സ് RAS മ്യൂട്ടേഷൻ, PI3K മ്യൂട്ടേഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ, PTEN മ്യൂട്ടേഷൻ, ദെൻ PAX ആൻഡ് PPARG ഫ്യൂഷൻ മ്യൂട്ടേഷൻസ്. സോ ദീസ് മ്യൂട്ടേഷൻ ക്യാൻ ഓൾസോ കോസസ് ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ. മോർഫോളജി. സോ മോർഫോളജിക്കലി ഗ്രോസ് എന്താ പറയുന്നത്? ഗ്രോസ് ആണെങ്കിൽ ഫോളിക്കുലർ കാർസിനോമ ആർ സിഗ്നൽ നൊഡ്യൂൾസ് വിച്ച് മേ ബി എയ്തർ സെൽ സർക്കംസ്ക്രൈബ് ഓർ ഇൻഫിൽട്രേറ്റീവ് ഇൻ ടു ദി സറൗണ്ടിങ് തൈറോയ്ഡ് കാർഡിൻഗിയം. സോ ഫോളിക്കുലർ കാർസിനോമ എന്ന് പറയുമ്പോൾ സിംഗിൾ നൊഡ്യൂൾസ് ആയിരിക്കും. ഫോളിക്കുലർ കാർസിനോമാസ് ആർ ദി സിംഗിൾ നൊഡ്യൂൾസ് വിച്ച് മേ ബി എയ്തർ വെൽ സർക്കംസ്ക്രൈബ് ഓർ ഇൻഫിൽട്രേറ്റീവ് ആയിരിക്കും. എയ്തർ വെൽ സർക്കംസ്ക്രൈബ് ഓർ ഇൻഫിൽട്രേറ്റീവ് ഇൻ ടു ദി സറൗണ്ടിങ് തൈറോയ്ഡ് പാരൻകിയം. സറൗണ്ടിങ് തൈറോയ്ഡ് പാരൻകിയമിലേക്ക് വെൽ സർക്കംസ്ക്രൈബ് ആൻഡ് ഇൻഫിൽട്രേറ്റീവ് ലൈക്ക് ദാറ്റ് ഓഫ് പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ. ആൻഡ് the circumscribed tumors may be difficult to distinguish from the follicular adenomas on gross examination. Large tumors may penetrate the capsules and infiltrate into the adjacent structures in the neck. നമ്മൾ നേരത്തെ പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. ദെൻ കട്ട് സർഫസിൽ എന്താ ഷോ ചെയ്യുന്നത്? ഗ്രേ ടു പിങ്ക് ഇൻ കളർ. ദെൻ മൈക്രോസ്കോപ്പിയിലാണെങ്കിൽ ദി ഫോളിക്കുലർ പാറ്റേൺ ഓഫ് ദി ട്യൂമർ സെൽസ്. ഫോളിക്കുലർ പാറ്റേൺ ഓഫ് ദി ട്യൂമർ സെൽ ദാറ്റ് ഇസ് ട്യൂമർ സെൽ consist of uniform cuboidal to columnar follicular epithelial cells ആണ്, ലൈക്ക് ദാറ്റ് ഓഫ് പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ. നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചൊരു എളുപ്പമായിരിക്കും. സോ ട്യൂമർ എങ്ങനത്തെ ആയിരിക്കും? ട്യൂമർ സെൽസ് കൺസിസ്റ്റ് ഓഫ് cuboidal to columnar follicular epithelial cells ആയിരിക്കും വരുന്നത്. ദെൻ cuboidal cells may form small follicles containing colloidal or may be arranged in nest or sheet or without form cells. പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമയ്ക്കകത്ത് എങ്ങനെയായിരുന്നു പറഞ്ഞത്? ദേ കൺസിസ്റ്റ് ഓഫ് സെൽസ് വിച്ച് കാൽസിഫിക്കേഷൻ ഒക്കെ ആയിരുന്നില്ല. മൈക്രോസ്കോപ്പിക്കലി അത് ഗ്രോസിലി ആയിരുന്നു. ബട്ട് മൈക്രോസ്കോപ്പിക്കലി സാമോമ ബോഡീസും അങ്ങനത്തെ കാൽസിഫൈഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിരുന്നു ഫൗണ്ട് ആയിട്ടുള്ളത്. കൂടാതെ ഓർഫൻ ആനി ന്യൂക്ലിയൊക്കെ. വേറസ് ഇൻ ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമയ്ക്കകത്ത് എന്താ വരുന്നത്? സ്മോൾ ഫോളിക്കിൾസ് ഉണ്ട്. ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ പേര് പോലെ തന്നെ ഫോളിക്കിൾസ് ഉണ്ട്. സ്മോൾ ഫോളിക്കിൾസ് കണ്ടെയ്നിങ് കൊളോയിഡ്സ് ഓർ may be arranged in a nest or sheet without forming follicles and increased mitotic activity. ഇവർക്ക് മൈറ്റോട്ടിക് ആക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആൻഡ് നെയ്തർ ന്യൂക്ലിയർ ഫീച്ചേഴ്സ് ഓഫ് ദി പാപ്പിലറി കാർസിനോമ നോർ ദി സാമോമ ബോഡീസ് ആർ സീൻ. സോ ന്യൂക്ലിയർ ഫീച്ചർ ഓഫ് പാപ്പിലറി കാർസിനോമ അല്ലെങ്കിൽ സാമോമ ബോഡി ദാറ്റ് ഇസ് ഗ്രൗണ്ട് ക്ലാസ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഓർഫൻ ആനി ന്യൂക്ലിയസ് ഒന്നും ഇവിടെ കാണില്ല എന്നുള്ളത്. ഓക്കെ. ദെൻ ഇൻവേഷനാണ്. ഇൻവേഷൻ എന്ന് പറയുമ്പം എന്തൊക്കെയാണ് പറയേണ്ടത്? ഡിപ്പെൻഡിങ് ഓൺ ദി പാറ്റേൺ ഓഫ് ഇൻവേഷൻ ദി
follicular carcinomas can be subdivided into 3 variants. Depending upon the pattern of invasion, follicular carcinoma മൂന്നായിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മിനിമലി ഇൻവേസീവ് follicular carcinoma, എൻക്യാപ്സുലേറ്റഡ് ആൻജിയോ ഇൻവേഷൻ ഉണ്ട്, ആൻഡ് വൈഡ്ലി ഇൻവേസീവ് follicular carcinomas ഉണ്ട്. മിനിമൽ ഇൻവേഷൻ follicular carcinoma എന്ന് പറയുമ്പോൾ എന്താ, ദേ ആർ വെൽ ഡിഫറൻഷിയേറ്റഡ് ആൻഡ് എൻക്യാപ്സുലേറ്റഡ് ലീഷൻസ് ആയിരിക്കും ഉള്ളത്. അതാണ് മിനിമലി ഇൻവേസീവ്. ആൻഡ് മൈക്രോസ്കോപ്പിക്കലി എന്ത് കാണാൻ പറ്റും, ദർ ഇസ് സംതിങ് റിസംബിൾസ് എ follicular adenoma but shows mitosis and capsular invasions. Then encapsulated angio invasion എന്ന് പറയുമ്പോൾ എന്താ, encapsulated angio invasive എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ എൻക്യാപ്സുലേറ്റഡ് ട്യൂമർ വിച്ച് ഷോ വാസ്കുലർ ഇൻവേഷൻ. വാസ്കുലർ ഇൻവേഷൻ കാണിക്കുന്ന ഒരു എൻക്യാപ്സുലേറ്റഡ് ട്യൂമറാണ് എന്ത്, എൻക്യാപ്സുലേറ്റഡ് ആൻജിയോ ഇൻവേഷൻ എന്ന് പറയുമ്പോൾ. ദെൻ വൈഡ്ലി ഇൻവേസീവ് ഫോളിക്കുലർ കാർസിനോമ എന്ന് പറയുമ്പോൾ എന്താ, വൈഡ്ലി ഇൻവേസീവ് ആണല്ലേ. സോ ദേ ഇൻഫിൽട്രേറ്റ് ദി തൈറോയ്ഡ് പാരൻകൈമ, തൈറോയിഡിൻ്റെ പാരൻകൈമിനെ ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് ക്യാപ്സ്യൂൾസ് ആൻഡ് ഇൻ ടു ദി സറൗണ്ടിങ് എക്സ്ട്രാ തൈറോയിഡൽ സോഫ്റ്റ് ടിഷ്യൂസിലേക്കൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൈഡ്ലി ഇൻഫിൽട്രേറ്റിംഗ് ഫോളിക്കുലർ കാർസിനോമ. എക്സ്ട്രാ തൈറോയിഡൽ സോഫ്റ്റ് ടിഷ്യൂ, അതായത് തൈറോയിഡ് പാരൻകൈമയിലൊക്കെ ഇത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മെറ്റാസ്റ്റാസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമയ്ക്കകത്ത് പറഞ്ഞ എന്താ, ലിംഫാറ്റിക് മാത്രമേ ഉള്ളൂ എന്നല്ലേ. ബട്ട് ഇൻ കേസ് ഓഫ് ദിസ് ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ ഇറ്റ് ഹാസ് ഓൺലി ഹെമറ്റോളജിക്കൽ സ്പ്രെഡ് ടു ബോൺ, ലങ് ആൻഡ് ലിവർ ആണ് ഇവിടെ വരുന്നത്, നോട്ട് ലിംഫാറ്റിക് സ്പ്രെഡ് ഒന്നുമില്ല. ബട്ട് ഹെമറ്റോളജിക്കൽ സ്പ്രെഡ് മാത്രമേ ഉള്ളൂ ടു ദി വിച്ച് ഈസ് കോമൺ ടു ബോത്ത് ബോൺ, ലങ് ആൻഡ് ലിവർ. ക്ലിനിക്കൽ കോഴ്സ്. സോ ക്ലിനിക്കൽ കോഴ്സിൽ ഫോളിക്കുലർ കാർസിനോമ പ്രസൻറ്റ് ആസ് എ സ്ലോലി എൻലാർജിങ് പെയിൻലെസ് നോഡ്യൂൾ. ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിലൊക്കെ ഫോളിക്കുലർ കാർസിനോമയ്ക്ക് അത് ക്ലിനിക്കലി ചോദിക്കുമ്പം സ്ലോലി എൻലാർജിങ് ആയിട്ടുള്ള പെയിൻലെസ് നൊഡ്യൂൾ എടുത്ത് പറയും. ഓക്കെ, സോ ദിസ് ഈസ് ദി ക്ലിനിക്കൽ കോഴ്സ് ഇൻ കേസ് ഓഫ് ഫോളിക്കുലർ. ക്ലിനിക്കൽ കോഴ്സ് ഓഫ് പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ എന്തായിരുന്നു, സിംറ്റോമാറ്റിക് ആയിട്ടുള്ള തൈറോയ്ഡ് നൊഡ്യൂൾസ് ഉണ്ടാവും, കുഞ്ഞു നൊഡ്യൂൾസ് ഉണ്ടാവും. ആ നൊഡ്യൂൾസ് ഫൈൻ നീഡൽ ആസ്പിറേഷൻ സൈറ്റോളജി ചെയ്യുമ്പോഴത്തേക്കും പാപ്പിലറി കാർസിനോമ ഐഡൻറ്റിഫൈ ചെയ്യും. പ്രോഗ്നോസിസ് വാസ് എക്സലൻറ്റ്. ബട്ട് ഇൻ കേസ് ഓഫ് ദിസ് ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ ക്ലിനിക്കൽ കോഴ്സ് എങ്ങനെ ആയിരിക്കും, ഒരു എൻലാർജിങ് ആയിട്ടുള്ള പെയിൻലെസ് മാസ്, ഒരു നൊഡ്യൂൾസ് ആയിട്ടായിരിക്കും ഇത് എക്സ്പ്രസ് ആവുന്നത്. ആൻഡ് ദേ ആർ സ്ലോലി എൻലാർജിങ്, സ്ലോലി ഗ്രോയിങ്. ഇതാണ് ഫോളിക്കുലർ കാർസിനോമയുടെ പിക്ചർ. ഇവിടെ നമുക്ക് കാണാം ഇൻവേഷൻ ഉണ്ട്, ഇൻവേഷൻ ഓഫ് ക്യാപ്സ്യൂൾസ് ഇവിടെ കാണാൻ പറ്റും. ദെൻ ക്യാപ്സ്യൂൾസ് ഓഫ് ദ ട്യൂമർ ആൻഡ് ഫോളിക്കുലർ കാർസിനോമ, കുറേ ഫോളിക്കൽസ് ആയിട്ട് കാണാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഫോളിക്കുലർ കാർസിനോമ. അനാപ്ലാസ്റ്റിക് അൺഡിഫറൻഷിയേറ്റഡ് തൈറോയ്ഡ് കാർസിനോമാസ് ആണ് ഞാൻ പറയുന്നത്. അനാപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ, ദേ ആർ അൺഡിഫറൻഷിയേറ്റഡ് അല്ലേ. സോ അനാപ്ലാസ്റ്റിക് കാർസിനോമാസ് എന്ന് പറയുമ്പോൾ ദേ ആർ അൺഡിഫറൻഷിയേറ്റഡ് ട്യൂമേഴ്സ് ഓഫ് ദി ഫോളിക്കുലർ എപ്പിത്തീലിയം. ഫോളിക്കുലർ എപ്പിത്തീലിയത്തിൻ്റെ അൺഡിഫറൻഷിയേറ്റഡ് ട്യൂമേഴ്സ് ആയിരിക്കും അനാപ്ലാസ്റ്റിക് കാർസിനോമ എന്ന് പറയുമ്പോൾ. സോ ആസ് ദി നെയിം സജസ്റ്റ് ദേ ആർ അൺഡിഫറൻഷിയേറ്റഡ് ട്യൂമേഴ്സ്. Then they constitute of less than 5% of the thyroid tumors. So they constitute എത്രയാണ്, ലെസ് ദാൻ 5%ഉം തൈറോയ്ഡ് ട്യൂമറിൻ്റെ നോർമൽ തൈറോയ്ഡ് കാർസിനോമാസിൻ്റെ ക്യാൻസേഴ്സിൻ്റെ ലെസ് ദാൻ 5% മാത്രമാണ് അനാപ്ലേസിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അനാപ്ലേസിക് തൈറോയ്ഡ് ക്യാൻസേഴ്സ്. ആൻഡ് ഇത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് എൽഡർലി ഏജ് ആണ്. എൽഡർലി ഏജ് ലൈക്ക് 65 years or more ഇങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ജനറ്റിക് ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമയുടെയും അനാപ്ലേസിക് തൈറോയ്ഡ് കാർസിനോമയുടെയും ജനറ്റിക് ഫാക്ടേഴ്സ് ആർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഏതൊക്കെയാണ്, RAS മ്യൂട്ടേഷൻ ഉണ്ട്, PI3 മ്യൂട്ടേഷൻ ഉണ്ട്. ദെൻ ഇവിടെ രണ്ടെണ്ണം എക്സ്ട്രാ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് ഇനാക്ടിവേഷൻ ഉണ്ട്, ഇനാക്ടിവേഷൻ ഓഫ് P53. ആൻഡ് ഓൾസോ ദർ ഈസ് വൺ മോർ തിങ് ഇൻ അനാപ്ലാസ്റ്റിക് തൈറോയ്ഡ് കാർസിനോമ, ദാറ്റ് ഈസ് ബീറ്റ കാറ്റനിൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, മ്യൂട്ടേഷൻ. ദെൻ മോർഫോളജി എന്താ, മോർഫോളജി എന്ന് പറയുമ്പം ഗ്രോസ് മൈക്രോസ്കോപ്പിയും പറയണമല്ലോ. സോ ഗ്രോസ്ലി ദേ ഫോം ഡിഫ്യൂസ്ലി ഇൻഫിൽട്രേറ്റീവ് ട്യൂമേഴ്സ് ആണ്. ദേ ഫോം ഡിഫ്യൂസ്ലി ഇൻഫിൽട്രേറ്റീവ് ട്യൂമർ. മോർഫോളജിക്കലി ദേ ഫോം ഡിഫ്യൂസ്ലി ഇൻഫിൽട്രേറ്റീവ് ട്യൂമർ. മൈക്രോസ്കോപ്പിക്കലി they are composed of highly anaplastic cell which includes spindle cells with a sarcomatous appearance. Sarcomatous appearance ഉള്ള spindle cell ആയിട്ട് ഫോം ചെയ്യാം, ലാർജ് പ്ലിയോമോർഫിക് ജൈൻറ്റ് സെൽ ആയിട്ട് ഫോം ചെയ്യാം, ഓർ മിക്സ്ഡ് സ്പിൻഡിൽ ആൻഡ് ജൈൻറ്റ് സെൽ ആയിട്ടായിരിക്കും വരുന്നത്. സോ മോർഫോളജിക്കലി ഗ്രോസ്ലി എങ്ങനെയായിരിക്കും കാണുന്നത്, ഡിഫ്യൂസ്ലി ഇൻഫിൽട്രേറ്റീവ് ട്യൂമറായിട്ടായിരിക്കും ഇത് അപ്പിയർ ആവുന്നത്. ഗ്രോസ്ലി ഡിഫ്യൂസ്ലി ഇൻഫിൽട്രേറ്റീവ് ആണ്, ദാറ്റ് ഇസ് അൺഡിഫറൻഷിയേറ്റഡ് അല്ലേ. ദെൻ മൈക്രോസ്കോപ്പിക്കലി എങ്ങനെയായിരിക്കും, സ്പിൻഡിൽ സെൽ വിത്ത് സാർക്കോമാറ്റസ് അപ്പിയറൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലാർജ് പ്ലിയോമോർഫിക് ആയിട്ടുള്ള ജൈൻറ്റ് സെൽസ് ഫോം ചെയ്യാം. ആൻഡ്
മിക്സ്ഡ് സ്പിൻഡിൽ ആൻഡ് ജോയിൻറ്റ് സ്ട്രക്ചർ ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. ദെൻ ഇമ്മ്യൂണോഹിസ്റ്റോളജി പ്രകാരം ദ ട്യൂമർ സെൽ എക്സ്പ്രസസ് എയ്തർ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് ലൈക്ക് സൈറ്റോകെരാറ്റിൻ ബട്ട് യൂഷ്വലി നെഗറ്റീവ് ഫോർ തൈറോഗ്ലോബുലിൻസ്. ദെൻ ഇതിൻ്റെ സ്പ്രെഡാണ് പറയുന്നത്. സ്പ്രെഡ് ലോക്കൽ സ്പ്രെഡും ഉണ്ട്, ഹെമറ്റോജിനസ് സ്പ്രെഡും ഉണ്ട്. ലോക്കൽ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ലോക്കൽ സ്പ്രെഡ് ഇൻ ടു ദ തൈറോയ്ഡ് ക്യാപ്സ്യൂൾ ആൻഡ് അഡ്ജസൻറ്റ് നെക്സ്റ്റ് സ്ട്രക്ചേഴ്സിലായിരിക്കും ലോക്കൽ സ്പ്രെഡ് വരുന്നത്. അഡ്ജസൻറ്റ് നെക്സ്റ്റ് സ്ട്രക്ചറിലേക്കും ലോക്കൽ സ്പ്രെഡ് ഇൻ ടു ദി തൈറോയ്ഡ് ക്യാപ്സ്യൂൾസിലേക്കും. ദെൻ ഹെമറ്റോജിനസ് സ്പ്രെഡ് ഇവർക്കുണ്ട് ടു ദി ലങ്സ്. സോ ഹെമറ്റോജിനസ് സ്പ്രെഡ് പറഞ്ഞാൽ 2 ക്യാൻസർ ഏതൊക്കെയാണ്? തൈറോയിഡിൻ്റെ ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമയും അനാപ്ലാസ്റ്റിക് തൈറോയ്ഡ് കാർസിനോമയും. ഫോളിക്കുലർ ആണെങ്കിൽ ഹെമറ്റോജനസ് സ്പ്രെഡ് ടു ബോൺ, ലങ്, ലിവർ എക്സെട്ര. വെറാസ് അനാപ്ലാസ്റ്റിക് ആണെങ്കിൽ ഹെമറ്റോജനസ് സ്പ്രെഡ് ടു ദി ലങ് മാത്രമേ ഉള്ളൂ. വെറാസ് ഇൻ കേസ് പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ ആണെങ്കിലോ ഇവിടെ ഹെമറ്റോജനസ് സ്പ്രെഡ് ഉണ്ടോ? ഇല്ല, ഓൺലി ലിംഫാറ്റിക് സ്പ്രെഡ് മാത്രമേ ഉള്ളൂ. Clinical course usually present as a rapidly growing bulky neck mass. So slowly growing bulky neck mass എന്താണെന്ന് പറഞ്ഞത്? പെയിൻലെസ് ആയിട്ടുള്ള സ്ലോലി ഗ്രോയിങ് ബൾക്കി നെക്ക് മാസ് എന്താണെന്ന് പറഞ്ഞത്? അത് ഫോളിക്കുലർ കാർസിനോമ ഓഫ് തൈറോയിഡ്. ഓക്കെ, ഫോളിക്കുലർ സെൽ കാർസിനോമ ആയിരുന്നു അത്. വേറെ റാപ്പിഡ്ലി ഗ്രോയിങ് ആയിട്ടുള്ള ബൾക്കി നെക്ക് മാസ് എന്താ? ദേ ആർ ദി അനാപ്ലാസ്റ്റിക് ഓർ അൺഡിഫറൻഷിയേറ്റഡ് കാർസിനോമ ഓഫ് തൈറോയിഡ്. ഇതിൻ്റെ സിംറ്റം ആയിട്ട് പറയുന്നത് ഡ്യൂ ടു കംപ്രഷൻ. സിംറ്റം ഇറ്റ് കോസസ് കംപ്രഷനാണ്. റാപ്പിഡ്ലി ഗ്രോയിങ് ബൾക്കി മാസ് അല്ലേ, സോ ഇറ്റ് കോസസ് കംപ്രഷൻ, ഇൻവേഷൻ ഓഫ് ദി നെക്ക് സ്ട്രക്ചേഴ്സ് ആൻഡ് കോസസ് ബിക്കോസ് ഓഫ് ദി കംപ്രഷൻ ആൻഡ് ഇൻവേഷൻ ഓഫ് ദി നെക്ക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ എന്താ, നെക്കിലുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ കംപ്രഷൻ ഇൻവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് കോസസ് ഡിസ്നിയ, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഡിസ്നിയ, ഡിസ്ഫേസിയ, ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ്, ഹോഴ്സ്നെസ് ഓഫ് ദി വോയിസ് ആൻഡ് കഫ്. These are the symptoms. എന്തൊക്കെയാണ്? കംപ്രഷൻ ആൻഡ് ഇൻവേഷൻ ഓഫ് നെക്ക് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. സോ ഇറ്റ് കോസസ് ഡിസ്ഫേസിയ, ഡിസ്നിയ, ഡിസ്ഫേസിയ, ഹോഴ്സ്നെസ് ആൻഡ് കഫ്. പ്രോഗ്നോസിസ് എന്ന് പറയുമ്പം ദീസ് ഈസ് ആൻ അഗ്രസീവ് ട്യൂമർ വിത്ത് പുവർ പ്രോഗ്നോസിസ് ആണ്. ബിക്കോസ് ദേ ആർ അൺഡിഫറൻഷിയേറ്റഡ് അല്ലേ. സോ അൺഡിഫറൻഷിയേറ്റഡ് ആണ്, അതുകൂടാതെ വെൽ സർക്കംസ്ക്രൈബ്ഡ് ആണ്, എന്നാലും അൺഡിഫറൻഷിയേറ്റഡ് അല്ലേ. സോ ദേ ആർ അഗ്രസീവ് ട്യൂമേഴ്സ് വിത്ത് പുവർ പ്രോഗ്നോസിസ്. This is the last thyroid carcinoma, the last subtype of thyroid carcinoma, which is medullary thyroid carcinoma. Medullary thyroid carcinoma of the thyroid. Medullary carcinoma of thyroid are neuroendocrine tumor derived from the parafollicular cells or C cells of thyroid. ഇവർ മാത്രമാണ് പാരാഫോളിക്കുലർ സെൽസിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ബാക്കി 3 ഫോളിക്കുലർ സെൽസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് മെഡുലറി കാർസിനോമ ഓഫ് ദി തൈറോയ്ഡ് ആർ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ ആണ്. ദേ ആർ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ derived from the parafollicular cells or the C cells of the thyroid. They are similar to the normal C cells and they secrete calcitonin, measurements of which is useful in the diagnosis and post-operative follow-up. So measurement of the calcitonin is very important in case of diagnosis of the medullary thyroid carcinoma as well as the post-operative follow-up. And it constitutes nearly 5% of the thyroid neoplasm is medullary thyroid carcinoma. Genetic factor which causes medullary thyroid carcinoma is RAT gene. RAT gene associated in occurrence എപ്പോഴാണ് occurrence വരുന്നത്? occur in men 2 അല്ലേ. that is in multiple endocrine neoplasia type 2. that is men 2ലാണ് ഇതിൻ്റെ occurrence വരുന്നത് elongated with the germline mutation of RET gene. നേരത്തെ പറഞ്ഞിരുന്നു. then types of medullary thyroid carcinoma. അവർ സ്പൊറേഡിക്കും ഉണ്ട്, ഫെമീലിയലും ഉണ്ട്. സ്പൊറേഡിക് എന്ന് പറയുമ്പോൾ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് about 70% of the tumor with a peak incidence in the 40s and 50s. and familial എന്ന് പറയുമ്പോൾ ഇറ്റ് മേ occur with association with Men's syndrome 2A or 2B in young patients, and point mutation in the RET gene is seen with both familial and sporadic germline mutation. then ഇതിൻ്റെ point mutation in the RET gene is seen in both. ഇപ്പോൾ പറഞ്ഞല്ലോ point mutation മെഡുലറി സ്പൊറാഡിക്കിലും മാത്രമല്ല ഫെമീലിയലിലും point mutation കാണിക്കും RET gene. നെക്സ്റ്റ് ഈസ് മോർഫോളജിക്ക് മുമ്പ് അതിൻ്റെ പിക്ചർ നോക്കാം. ദിസ് ഈസ് ദി ഗ്രോസ് പിക്ചർ ഷോയിങ് മെഡുലറി കാർസിനോമ. നമുക്ക് കാണാൻ പറ്റുന്നത് സോളിറ്ററി നൊഡ്യൂൾ ആയിരിക്കില്ല. സോളിറ്ററി നൊഡ്യൂൾസ് ആയിട്ടായിരിക്കും മെഡുലറി തൈറോയ്ഡ് കാർസിനോമ അപ്പിയർ ആവുന്നത്. ആൻഡ് മൾട്ടി സെൻട്രിക് ആൻഡ് ബൈലാറ്ററൽ കോമൺ ഇൻ ഫെമീലിയൽ കേസസ്. പിന്നെ ട്യൂമർ എന്തായിരിക്കും? ഫോം ആയിരിക്കും, പെയിൽ ഗ്രേ കളർ ആയിരിക്കും. പെയിൽ ഗ്രേ കളർ ഫോമാണ്, പെയിൽ ഗ്രേ ആണ്. ആൻഡ് ദേ ആർ ഇൻഫിൽട്രേറ്റീവ് ട്യൂമേഴ്സ്. then larger lesions ആയിരിക്കും കാണുന്നത്. may show areas of necrosis, hemorrhages and may extend through the capsules of thyroid എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള നെക്രോസിസ്, ഹെമറേജസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. കാരണം ഗ്രോസ്ലി
ദെൻ മൈക്രോസ്കോപ്പിക്കലിയോ? മൈക്രോസ്കോപ്പിക്കലി എന്ത് കാണാൻ പറ്റും മെഡുലറി കാർസിനോമ ഓഫ് തൈറോയിഡിനകത്ത്? പോളിഗോണൽ ടു സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ആയിരിക്കും. സെൽസ് വരുന്നത് പോളിഗോണൽ ടു സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും. ദെൻ ഇവിടെ അമൈലോ ഡിപ്പോസിറ്റ്സ് സ്ട്രോമയിൽ കാണാൻ പറ്റും. ആൻഡ് ഡിറൈവ്ഡ് ഫ്രം ദി ഓൾട്ടേർഡ് കാൽസിറ്റോണിൻ പോളിപെപ്റ്റൈഡ്സ് എന്നുള്ള അമൈലോ ഡിപ്പോസിറ്റ്സ്. ദെൻ സി സെൽ ഹൈപ്പർപ്ലേസി ഉണ്ട്. സി സെൽ ഹൈപ്പർപ്ലേസി ക്യാൻസർ എന്നുള്ളത് ദേ ആർ നോട്ട് ഒബ്സർവ്ഡ് ഇൻ സ്പൊറേഡിക് ലീഷൻ ബട്ട് ഫെമിലിയർ ലീഷൻസിൽ കാണുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് വി സീ. ആൻഡ് നമുക്കിനി മോർഫോളജിയുടെ ഡീറ്റെയിൽസ് നോക്കാം. മോർഫോളജി ഗ്രോസ്ലി ആണെങ്കിലോ നമ്പർ ഉണ്ട്. ഇത് സോളിറ്ററി നൊഡ്യൂൾസ് ഇൻ ദി സ്പൊറേഡിക് മെഡുലറി തൈറോയ്ഡ് കാർസിനോമാസ് ഓർ മൾട്ടി സെൻട്രിക് ആൻഡ് ബൈലാട്രിക് കോമൺ ഇൻ ഫെമിലിയൽ കാർസിനോമ. ഫെമിലിയൽ കാർസിനോമയിൽ മൾട്ടി സെൻട്രിക്കും ബൈലാട്രലും ആയിരിക്കും. വേറസ് സ്പൊറേഡിക് ആണെങ്കിൽ സോളിറ്ററി നൊഡ്യൂൾസ് ആയിരിക്കും നമ്പേഴ്സിൻ്റെ നോക്കുമ്പോൾ. വേറസ് എങ്ങനത്തെ ട്യൂമർ ആയിരിക്കും? ഇത് ട്യൂമർ വിൽ ബി ഫേം, പെയിൽ ഗ്രേ ആൻഡ് ഇൻഫിൽട്രേറ്റീവ് ട്യൂമേഴ്സ് ആയിരിക്കും. ട്യൂമർ വിൽ ബി ഫേം, pale grey and infiltrative ആണ്. Then large lesions may shows areas of necrosis and hemorrhages and they may extend through the capsules of the thyroid. Then microscopically എന്തൊക്കെ കാണാൻ പറ്റും? ട്യൂമർ സെൽസ് കാണാൻ പറ്റും. ട്യൂമർ സെൽസ് ക്യാൻ ബി polygonal to spindle. ബാക്കി എല്ലാത്തിൻ്റെയും പറഞ്ഞ എങ്ങനെയായിരുന്നു? കോളംനാർ ടു ക്യൂബോയിഡലായിരുന്നു. ക്യൂബോയിഡൽ ടു കോളംനാർ ആയിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് polygonal to spindle shaped cells and small more anaplastic cells ആണ്. ദാറ്റ് ഈസ് undifferentiated cells ആണ് and may be found in some tumors. The cells are arranged as nest, trabeculae and even form follicles. Then acellular amyloid deposits കാണാൻ പറ്റും. എവിടെയാ? സ്ട്രോമയിൽ കാണാൻ പറ്റും. And it is found in most cases and these are derived from the altered calcitonin polypeptides. Then C-cell hyperplasia എന്ന് പറയുമ്പോൾ it is seen in the surrounding thyroid of familial medullary carcinoma and which is not observed in sporadic lesion and they represent the precursor lesion for medullary carcinoma. Then immunohistochemistry എന്ത് കാണാൻ പറ്റുന്ന calcitonin maybe can be demonstrated within cytoplasm of the tumor and in the stroma amyloid by the immunohistochemical method. Immunohistochemical method calcitoninൻ്റെ ആണ് ഡെമോൺസ്ട്രേറ്റ്, calcitoninൻ്റെ ലെവലാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. Electron microscope, it shows membrane bound electron dense granules within the cytoplasm of the tumor. Cytoplasm of tumor എന്താ കാണുന്നത്? ട്യൂമറിൽ എന്താ കാണുന്നത്? മെംബ്രെയിൻ ബൗണ്ട് ഇലക്ട്രോൺ ഡെൻസ് ഗ്രാന്യൂൾസിനെ കാണാൻ പറ്റും സൈറ്റോപ്ലാസത്തിൽ. ദെൻ ക്ലിനിക്കൽ കോഴ്സസ് പറയുമ്പോഴത്തേക്കും സ്പൊറാഡിക് കേസസ് ആണ്. സ്പൊറാഡിക് എന്ന് പറയുമ്പോൾ ദ പ്രസൻറ്റ് ആസ് എ മാസ് ഇൻ നെക്ക്. ദ പ്രസൻറ്റ് ആസ് എ മാസ് ഇൻ നെക്ക്. പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രം ഇറ്റ് മേ ഒക്കർ ഇൻ സം മെഡുലറി കാർസിനോമ. എക്സാമ്പിൾ ആയിട്ട് ഡയറിയ ഡ്യൂ ടു സെക്രീഷൻ ഓഫ് VIP or Cushing syndrome due to ECT. സോ ഇതിൻ്റെ സ്പൊറാഡിക് കോസസ് പറയുമ്പോൾ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രം ആവുക അല്ലെങ്കിൽ പ്രസൻറ്റ് മാസ് ഓഫ് നെക്ക്. പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ സിൻഡ്രോം ഇസ് എ സിംറ്റം കോംപ്ലെക്സസ് ആൻഡ് വിച്ച് ഇസ് ഫോംഡ് ഡ്യൂ ടു പാര. സോ സറൗണ്ടിങ് ആയിട്ടുള്ള നിയോപ്ലേസിയ ദാറ്റ് ഇസ് ഇൻവേഷണൽ മെറ്റാസ്റ്റേസിസ് ആണ്. അതേ ടിഷ്യൂ ഓഫ് ഒറിജിനിൽ തന്നെ ആയിരിക്കില്ല കാണിക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിഷ്യൂ ഓഫ് ഒറിജിനിലായിരിക്കും കാണിക്കുന്നത്. ആൻഡ് ദേ ആർ കോസിങ് നിയോപ്ലാസം ഓർ സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ഓർ മെറ്റാസ്റ്റേസിസ് സംഭവിക്കുന്നുണ്ടാവും. ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കാൽസിറ്റോണിൻ, carcinoembryonic antigens again tumor markers ആയിട്ട്. So tumor markers they are useful mainly for pre-surgical assessment of the tumor loads and in calcitonin negative tumors. This includes calcitonin, carcinoembryonic antigens detect ചെയ്യാനായിട്ട്. Then familial cases ആണെങ്കിലോ they are present with the symptoms localized to the thyroid. So these are presented with the symptom localized to the thyroid or as a component of familial symptoms along with the neoplasia in other organs. Example at adrenal or parathyroid gland. Then medullary carcinoma arising as a component of men 2B are more aggressive and more frequently metastasis than the sporadic tumor. സോ നമുക്ക് ഇത് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞത് മെഡുലറി തൈറോയ്ഡ് കാർസിനോമാസ് ആണല്ലേ. കാർസിനോമ ഓഫ് തൈറോയ്ഡ് 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് മേജർ സബ്ടൈപ്സ്? ഏതൊക്കെയാണ്? പാപ്പിലറി കാർസിനോമ, ഫോളിക്കുലർ കാർസിനോമ, അനാപ്ലാസ്റ്റിക് ഓർ അൺഡിഫറൻഷിയേറ്റഡ് കാർസിനോമ ആൻഡ് മെഡുലറി തൈറോയ്ഡ് കാർസിനോമ. ദെൻ അതിൻ്റെ ജനറ്റിക് ഫാക്ടേഴ്സ്, പാത്തോജൻസിസ് ഓഫ് ദി തൈറോയ്ഡ് കാർസിനോമ പറഞ്ഞു, ഒറിജിൻ പറഞ്ഞിരുന്നു. ഒന്ന് ഫോളിക്കുലർ അല്ലെങ്കിൽ അത് നോൺ ഫോളിക്കുലർ ഒറിജിൻ ആയിരിക്കും. ഫോളിക്കുലർ സെൽ ഡിറൈവ്ഡ് ആണെങ്കിൽ വിച്ച് ആർ ഫോളിക്കുലർ, പാപ്പിലറി ആൻഡ് അനാപ്ലാസ്റ്റിക് കാർസിനോമാസും. നോൺ ഫോളിക്കുലർ കാർസിനോമാസ് എന്ന് പറയുമ്പോൾ ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? മെഡുലറി കാർസിനോമയാണ്. ദെൻ ഓൺ ദി ബേസിസ് ജനറ്റിക് ഫാക്ടർ നമ്മൾ ഓരോ കാർസിനോമയുടെ എടുത്ത് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പാപ്പിലറി കാർസിനോമ. പാപ്പിലറി കാർസിനോമയുടെ ഏതാണ്? RAT
PTC ഫ്യൂഷൻ ജീൻസ് അവരെന്ത് ചെയ്യും, മാപ്പ് കൈനസ് പാത്വേ ആക്ടിവേറ്റ് ചെയ്യും. അതുകൂടാതെ BRAF പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ട്, ഇറ്റ് ഓൾസോ ആക്ടിവേറ്റ് മാപ്പ് കൈനസ് പാത്വേ. അതുകൂടാതെ NTKR1 ജീൻ ഉണ്ട്. ദിസ് ജീൻ ഈസ് ഹാവിങ് സിമിലർ ഫങ്ഷൻ ടു ദാറ്റ് ഓഫ് RET ബൈ PTC ഫ്യൂഷൻ ജീൻ. നെക്സ്റ്റ് പറയുന്നത് ഫോളിക്കുലർ ആൻഡ് അനാപ്ലാസ്റ്റിക് കാർസിനോമയാണ്. ഫോളിക്കുലർ കാർസിനോമ എന്ന് പറയുമ്പോൾ RAS പോയിന്റ് മ്യൂട്ടേഷൻ വരാം, PI3K പോയിന്റ് മ്യൂട്ടേഷൻസ് വരാം, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ വരാം, PTEN പോയിന്റ് മ്യൂട്ടേഷൻ കൊണ്ട് വരാം, ഓർ PAX പൊസിഷൻ കൊണ്ടും വരാം. എന്ത് സെൽ പ്രൊളിഫറേഷൻ, PI3K 8KT പാത്ത് ഇതാണത്. ഓക്കെ, ആൻഡ് ദി തേർഡ് വൺ ഇസ് anaplastic carcinoma due to RAS mutation or PI3K mutation or inactivation of P53. അതുകൂടാതെ മ്യൂട്ടേഷൻ ഓഫ് ബീറ്റ കാറ്റനിൻ കൊണ്ടും വരാം. ദെൻ മെൻ്റലി കാർസിനോമ ആണെങ്കിലോ RETയുടെ ജാംലൈൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് വരുന്നത്. ദേ ആർ യൂഷ്വലി ഒക്കർ ഇൻ മെൻ ടു ഉള്ള ആൾക്കാർക്ക്. ദിസ് ഈസ് അബൌട്ട് ദിസ് ജനറ്റിക് ഫാക്ടേഴ്സ്. ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെ ഈ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റേഴ്സ് എങ്ങനെയാണ് ഈ തൈറോസിൻ കൈനേസ് ഇവരെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്ററിൽ ഒരു ഗ്രോത്ത് ഫാക്ടർ വന്നിരിക്കുമ്പോൾ അത് എക്സ്ട്രാ സെല്ലുലർ റിസപ്റ്റർ അല്ലേ, എക്സ്ട്രാ സെല്ലുലർ റിസപ്റ്ററിൽ വന്നിരിക്കുമ്പോൾ സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിലുള്ള റിസപ്റ്ററിൽ എന്ത് പറ്റും, ഓട്ടോഫോസ്ഫോറൈലേഷൻ നടക്കും. അങ്ങനെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും, സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ നടക്കും. ദിസ് ഈസ് ഹൗ ട്രാൻസ്ക്രിപ്ഷൻ വർക്ക്സ്. അങ്ങനെയുള്ള സെൽ പ്രൊളിഫറേഷൻ വരും. ആദ്യം പറഞ്ഞത് പാപ്പുലറി കാർസിനോമ ആയിരുന്നു. പാപ്പുലറി കാർസിനോമ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒക്കർ അറ്റ് എനി ഏജ്, പിന്നെ അസോസിയേറ്റഡ് വിത്ത് ദി അയനൈസേഷൻ വേരിയേഷൻ കൊണ്ടുകൊണ്ട് വരുന്നത്, കൂടാതെ ജനറ്റിക് മ്യൂട്ടേഷനും പറഞ്ഞു. ദെൻ ഗ്രോസ്ലി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഗ്രോസ് ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, ഇവിടെ ഗ്രേവ് ആയിട്ടാണ്, ഫൈബ്രോസിസ് കാൽസിഫിക്കേഷൻ ഉണ്ട്, ക്യാൻ ബി ഇത് സോളിറ്ററി ഓർ മൾട്ടിഫോക്കൽ വരാം, വെൽ സർക്കംസ്ക്രൈബ്ഡ് ട്യൂബർ ആയിരുന്നു, അല്ലെങ്കിൽ എൻക്യാപ്സുലേറ്റഡ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടും വരാം. ദെൻ മൈക്രോസ്കോപ്പിക്കലി എന്താ ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സാമോമ ബോഡീസ് ഉണ്ട്, which is a calcified structure present within the papillary core. And one more thing, in the orphan Annie eye nuclei or ground glass nuclei എന്ന് പറയുമ്പോൾ എന്താ, ക്രൊമാറ്റിൻസ് ഒക്കെ ഫൈനലി ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ട് ദേ ഗീവ് ആൻ ഒപ്റ്റിക്കലി ക്ലിയർ ഓർ എംപ്റ്റി അപ്പിയറൻസ്. ആൻഡ് ഇവർക്ക് ലിംഫാറ്റിക് സ്പ്രെഡ് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് അബൌട്ട് ദി പാപ്പുലറി കാർസിനോമ. ഫോളിക്കുലർ കാർസിനോമ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഇവർക്ക് കുറേ ഫോളിക്കിൾസ് കാണാൻ പറ്റില്ലേ, ഫോളിക്കിൾസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഫോളിക്കിൾസ് മാത്രമല്ല, ചിലപ്പം നെസ്റ്റ് ഓർ ഷീറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഫോളിക്കിൾ. ആൻഡ് ദേ ആർ ഓൾസോ വെൽ സർക്കംസ്ക്രൈബ്ഡ് ട്യൂമേഴ്സ് ആയിരിക്കും, സിംഗിൾ നൊഡ്യൂൾസ് ആയിരിക്കും ഉള്ളത്. ആൻഡ് യൂഷ്വലി ഇത് അപ്പിയർ ആവുന്നത് ഓൾഡ് ഏജിലാണ്, 40 to 60 years. ആൻഡ് വുമൻസിന് പ്രിഡോമിനൻസ് ഉണ്ട് ഈ ക്യാൻസറിലും. ദെൻ ഇവർക്ക് ഹെമറ്റോജനസ് സ്പ്രെഡാണ് വരുന്നത്, നോട്ട് ലിംഫാറ്റിക്. മെഡലറി തൈറോയ്ഡ് കാർസിനോമ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, മെഡലറി തൈറോയ്ഡ് കാർസിനോമ പറയുമ്പോൾ സ്പൊറാഡിക്കും അതുപോലെ തന്നെ ഫെമിലിയലും ഉണ്ട്. സ്പൊറാഡിക് ആണെങ്കിൽ സോളിറ്ററി നൊഡ്യൂൾസും, ഫെമിലിയർ ആണെങ്കിൽ മൾട്ടി സെൻട്രിക് അല്ലെങ്കിൽ ബൈലാറ്ററൽ ആയിരിക്കും കാണുന്നത്. ദെൻ ഫോം പെയിൽ ഗ്രേ ഒരു ഇൻഫിൽട്രേറ്റീവ് ആയിട്ട് കാണുന്നത്, ലാർജ് ലീഷൻസ് ഉണ്ടാവും, എക്സ്റ്റെൻഡ് ത്രൂ ദി ക്യാപ്സ്യൂൾസ് ഓഫ് ദി തൈറോയ്ഡ്. മൈക്രോസ്കോപ്പിക്കലി എന്ത് കാണാൻ പറ്റും, പോളിഗണൽ ടു സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ആയിരിക്കും. ബാക്കിയുള്ള ലീഷൻസ് ഒക്കെ ക്യൂബോയിഡൽ ടു കോളംനർ സെൽസ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് മെഡലറി കാർസിനോമ വി ക്യാൻ സീ പോളിഗണൽ ടു സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ്. ദെൻ അമൈലോയ്ഡ്സ് ഡിപ്പോസിഷൻ ഇവിടെ വരുന്നുണ്ട്. കാൽസിറ്റോണിൻ പോളിപെപ്റ്റൈഡ് ഉള്ളതുകൊണ്ടാണ്, ഓൾട്ടേർഡ് കാൽസിറ്റോണിൻ പോളിപെപ്റ്റൈഡ് ആണ് ഈ അമൈലോയ്ഡ് ഡിപ്പോസിഷന് കാരണമാവുന്നത്. ആൻഡ് ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രിയിൽ കാൽസിറ്റോണിൻ ആയിരിക്കും അതിൻ്റെ ലെവൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും ടു സീ വെദർ ദി മെഡലറി തൈറോയ്ഡ് കാർസിനോമ ഈസ് പ്രസൻറ്റ് ഓർ നോട്ട്. ആൻഡ് ക്ലിനിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് പിന്നല്ലേ, whereas in case of anaplastic thyroid carcinoma, clinical course rapidly growing bulky neck mass ആണ്. whereas rapidly growing അല്ലാതെ slow growing bulky neck mass ആയിരുന്നെങ്കിൽ എന്താണ്, അത് ഫോളിക്കുലർ കാർസിനോമ ആയിരുന്നു. ദെൻ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാർസിനോമ ഏതാ, മെഡലറി തൈറോയ്ഡ് കാർസിനോമ. അസിംപ്റ്റോമാറ്റിക് ആയിട്ടുള്ള തൈറോയ്ഡ് സ്വെല്ലിങ്സ് ഒക്കെ, അസിംപ്റ്റോമാറ്റിക് ആയിട്ടുള്ള ഒരു തൈറോയ്ഡ് കാർസിനോമ സ്വെല്ലിങ്സ് ഒക്കെ വരുന്നത് ഇൻ കേസ് ഓഫ് സോളിറ്ററി തൈറോയ്ഡ് കാർസിനോമയിലാണ്. And this is about this video. Thanks for watching.